78-ാം സങ്കീർത്തനം 9-ാം വാക്യവും ഓർപ്പിച്ചല്ലോ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും പ്രാരംഭവാക്യത്തിൽ വായിച്ചു കേട്ടത്, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. രണ്ടാമത് കേട്ടത്, സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. ആദ്യ ഭാഗത്ത് പിന്മാറിപ്പോയ ഒരാളുടെ കാര്യവും, രണ്ടാമത്തെ ഭാഗത്ത് പിന്മാറാതെ പോർക്കളത്തിൽ ധൈര്യത്തോടെ നിന്ന് വെക്കുകയും. ദൈവം അനുവദിച്ചാൽ ഇതിനോട് ബന്ധപ്പെട്ട് തിരുവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ഇന്ന് നാളെയും ചിന്തിക്കാം. അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും അപേക്ഷിക്കുന്നു. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. ഈ വേദപുസ്തകം തന്നെ വിശേഷപ്പെട്ടതാ. ഇതിൻ്റെ പേര് തന്നെ സത്യവേദ പുസ്തകമെന്ന്. വേദങ്ങള് ധാരാളമുണ്ട്, പലതുണ്ട്. നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറയാം. വാര്യരെ ഒരിക്കൽ ഇങ്ങനൊരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്, 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങളെന്ന. 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങൾ. താളം തരാമോ? അപ്പോൾ ഇല്ല ഇനിയിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഉള്ളതാളം മതി, അല്ലാതെ. അപ്പോൾ 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങൾ. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എന്നാൽ ഈ വേദത്തിന്റെ പ്രത്യേകത, ഇത് സത്യവേദമാണ്. നോക്കിക്കേ, ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. വായിച്ചു നോക്ക്. എല്ലാവരും വായിച്ചു നോക്ക്. ഇപ്പം ബൈബിളില്ലല്ലോ മിക്കവരുടെയും കയ്യിൽ. എല്ലാവരും ഇതുമായിട്ടാണല്ലോ നടക്കുന്നത്. അതിനകത്ത് എഴുതിയിട്ടില്ല. സത്യവേദ പുസ്തകം. ഈ പുസ്തകം നമുക്ക് ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇതിൻ്റെ ഒറിജിനല് സ്വർഗത്തിലാണ്, ഇതെൻ്റെ കോപ്പിയാണ്. ഈ പുസ്തകത്തിന്റെ വിശേഷത, ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. ഒറ്റയൊരുത്തനെ ഉണ്ടാക്കാൻ ഒക്കുകയില്ല. കാരണം ഇത് സത്യവേദ പുസ്തകമാണ്. ഇത് എടുത്തോണ്ട് നെടുകയും കുറുകയും നടക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. വിശേഷിച്ച് കുമളിയിലെ ഉണ്ട് എങ്കിലും തിരുവല്ല, റാന്നി, കൊട്ടാരക്കര, അടൂരൊക്കെ രാവിലെ അതിലേക്കൂടെ നടന്നാൽ പണ്ട് മുഴുവൻ ആൾക്കാർ ഇങ്ങനെ ഒരു സിംഹഭാഗം. ഇപ്പം പിന്നെ ആരെയും എല്ലാം കാറിൽ കയറി പോകുന്നതുകൊണ്ട് മൊത്തം ഉണ്ടോയെന്ന് തന്നെ എല്ലാം കാറിൽ പോവുക. അന്ന് കാറിൽ പോകാത്തത് കൊണ്ട് വേറെ പുസ്തകമായിട്ട് എല്ലാവരും നെടുക നടക്കുക. അത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഈ പുസ്തകം എടുത്തതും ഇത് ലഭിച്ചതും വലിയ മഹാഭാഗ്യമാണ്. ഈ പുസ്തകത്തിന്റെ ഒത്തിരി വിശേഷതയുണ്ട്. 1-2 വിശേഷത. ഇത് ഒരാൾ എഴുതിയതല്ല. മറ്റേ പുസ്തകങ്ങളെല്ലാം ഒരാള് തന്നെ ഇരുന്ന് എഴുതിയതാണ്. അല്ലെങ്കിൽ അത്യാവശ്യം ഒരാൾ സഹായത്തിന്. നമുക്കറിയാമല്ലോ, ചിലര് കിളിയെ കൊണ്ടങ്ങ് കിളി പറഞ്ഞു, പുള്ളി എഴുതി. ശാരിക പൈതലേ വരാനൊക്കെ പറഞ്ഞ് പൈതലും വന്നു. ഒരാള് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചതിനനുസരിച്ച് എഴുതിയതാ പുസ്തകങ്ങൾ മിക്കതും, അല്ല എല്ലാം. എന്നാൽ ഈ പുസ്തകത്തിന്റെ വിശേഷത, ഇത് ഒരാൾ എഴുതിയതല്ല. ഏതാണ്ട് 14 പേര് എഴുതിയ പുസ്തകങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ 66 പുസ്തകം. അത് ഒരു സ്ഥലത്തിരുന്ന് എഴുതിയതല്ല. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത.
മറ്റു പുസ്തകങ്ങൾ ഒരാളല്ലേ ഒന്നോ രണ്ടോ പേര് ഒരു സ്ഥലത്തിരുന്ന് എഴുതിയതാ. എന്നാൽ ഈ പുസ്തകം ഒരാള് ഒരു സ്ഥലത്തിരുന്ന് എഴുതിയ പുസ്തകം അല്ല. ധാരാളം പ്രിയപ്പെട്ടവര് പലയിടങ്ങളിലിരുന്ന ഈ പുസ്തകം എഴുതിയത്. തന്നെയില്ല, ഇത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് എഴുതി തീർത്തതുമല്ല. ഈ 66 പുസ്തകം ഏതാണ്ട് 1600 വർഷം കൊണ്ടാണ് ഇത് എഴുതിയത്. 1600 വർഷം എടുത്തു ഈ 66 പുസ്തകവും എഴുതി തീർക്കാൻ. അപ്പോൾ ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 10-40 എഴുത്തുകാര് പല സ്ഥലങ്ങളിലിരുന്ന് എഴുതിയ പുസ്തകമായി വേദപുസ്തകം. എഴുത്തുകാരെല്ലാം ഒരേ രീതിക്കാരും ഭാഷക്കാരും പ്രകൃതക്കാരുമല്ല. വ്യത്യസ്ത ഭാഷക്കാരും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ വളർത്തപ്പെട്ടവരും ജീവിച്ചവരും വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെട്ടവരാ. അവരുടെ സാഹചര്യം, ഭാഷ, പശ്ചാത്തലം എല്ലാം വളരെ വിഭിന്നമാണ്. രാജാക്കന്മാര് ഇതിനകത്ത് പുസ്തകം എഴുതിയിട്ടുണ്ട്. വിശേഷിച്ച് ദാവീദിനെ പോലുള്ള രാജാക്കന്മാർ ഇതിനകത്ത് പുസ്തകം എഴുതി. മന്ത്രിമാര് ഇതിനകത്ത് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഭരണ തന്ത്രജ്ഞന്മാര് ദൈവനിയോഗം പ്രാപിച്ച് ഇതിനകത്ത് ചില പുസ്തകം, മൊത്തം 66 പുസ്തകം, അതുകൊണ്ടായി പറഞ്ഞത്, ചില പുസ്തകം എഴുതി. മീൻപിടുത്തക്കാരെ കൊണ്ടും ഈ പുസ്തകം ഇതിനകത്ത് ചിലത് എഴുതി. ആടിനെ തീറ്റി നടന്ന ആൾക്കാരെ കൊണ്ടും ഇതിനകത്ത് പുസ്തകം തെയ്യം എഴുതിപ്പിച്ചു. ആമോസിനെ പോലെ. മാത്രമല്ല, പോലോം വിവരമില്ലാത്തവർ മാത്രം എഴുതിയെന്ന് ധരിക്കരുത്. ചിലർക്ക് അങ്ങനെ വരും. വിവരമുള്ള ആരും എഴുതിയില്ല. ഡോക്ടർമാർ പുസ്തകം എഴുതി. വളരെ ജ്ഞാനമുള്ള, ന്യായപ്രമാണത്തിൽ പാണ്ഡിത്യമുള്ളവര് ഈ പുസ്തകം എഴുതി. സാധാരണക്കാരെ കൊണ്ടും ഈ പുസ്തകം എഴുതിച്ചു. ചുങ്കക്കാരൻ മാനസാന്തരപ്പെട്ടപ്പോൾ പുള്ളിയെ കൊണ്ടും ദൈവം പുസ്തകം എഴുതിപ്പിച്ചു. അപ്പോൾ പല രാജ്യങ്ങളിലിരുന്ന്, പലരും പല ഭൂഖണ്ഡത്തിൽ പാർത്തവരാ, പല രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 1600 വർഷം കൊണ്ട് വ്യത്യസ്ത സ്വഭാവ രീതികളും പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ. ഇവരാരും തമ്മിൽ പലരും കണ്ടിട്ടുമില്ല. പത്രോസ് പുസ്തകം എഴുതുമ്പോൾ പത്രോസ് മോശയൊന്നും കണ്ടിട്ടില്ല. ആദ്യത്തെ 5 പുസ്തകം മോശ എഴുതിയതാ. ഇവർ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. തന്നെയുമല്ല, ഇവർ തമ്മിൽ ഇന്നാന്ന് ഫോണും വേറെ എന്തെല്ലാം മാർഗമുണ്ട്. എന്തുവാ, നമ്മൾ രാത്രി ഇന്ന് എന്തുകൊണ്ട് വിശേഷം നക്ലിങ്, അതിനെന്നാ പറയുന്നത്? ഇങ്ങനെ പറയുമല്ലോ, എന്തേലും ആട്ടെ, ഞാൻ അത് പറഞ്ഞ് ഒരു തർക്കം വേണ്ട. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ല. ഇവർ പലരും കണ്ടിട്ടില്ല, ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുമില്ല. പക്ഷേ ഈ പുസ്തകത്തിന്റെ വിശേഷത 1600 കൊല്ലം കൊണ്ട് ഏതാണ്ട് 40 എഴുത്തുകാര് ലോകത്തിന്റെ പല ഭൂഖണ്ഡങ്ങളിലിരുന്ന് തമ്മിൽ കാണാതെയും പറയാതെയും സംസാരിക്കാതെ ഇവര് പല സന്ദർഭത്തിലായി എഴുതിയത്. പക്ഷെ എഴുതി വന്നപ്പോൾ ഇതിന്റെ ഉപദേശത്തിന് മാറ്റം വന്നിട്ടില്ല. ഇതിന്റെ വേറൊരു കാര്യം, എഴുതി വന്നപ്പോൾ എല്ലാം ഒന്നുക്കൊന്നുക്ക് യോജിച്ചായിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഏകദൈവത്തെ പറ്റിയാ സാക്ഷ്യപ്പെടുത്തിയത്. 1600 കൊല്ലം കഴിഞ്ഞപ്പം വെളിപ്പാട് പുസ്തകത്തിപ്പം 10-15 ദൈവങ്ങൾ നിൽക്കുന്നല്ല, അന്നാരോ ഒറ്റ ദൈവം തന്നെ. അതാ ഇതിന്റെ വിശേഷത. 1 തുടങ്ങി 9 വന്ന് നിൽക്കുകയല്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ ഏകദൈവം, സർവശക്തിയുള്ള ദൈവം. അതല്ലേ യാക്കോബ് യോസഫിനോട് പറഞ്ഞല്ലോ, സർവശക്തിയുള്ള ദൈവം. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഈ പദമാ, സർവശക്തിയുള്ള ദൈവം. ഒത്തിരിക്കുക. ഇതിനകത്തെ ഏറ്റവും പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ.
അത് പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. സകല മനുഷ്യർക്കും സ്തോത്രം സ്തോത്രം രക്ഷ പ്രാപിക്കുവാൻ, സകല മനുഷ്യർക്കും. അവിടെ ഇങ്ങനെ തീത്തോസ് 2:11 കൊടുത്തിരിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ആ വാക്യം ഒന്ന് വായിച്ചാട്ട് കർത്തദാസന്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12 തിരുവെടുത്തുകൾ നിങ്ങൾ ചടികേടാന്നൊന്ന് വായിച്ചു തരികയാണെങ്കിൽ നമുക്ക് സന്തോഷം. ഒരു കൈ മൈക്കും ഒരു കൈ താള് മറിക്കുകയും ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും എന്നെ ഒന്ന് സഹായിച്ചു തന്നാട്ടെ. തീത്തോസ് 2:11-12 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ടും ഭക്തികേടും പ്രപഞ്ചഭോഗങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന. എന്നാലും കർത്തദാസൻ 11-ാം വാക്യം ഒന്നുകൂടെ വായിക്കും. സകല മനുഷ്യർക്കും രക്ഷകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മതി. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. യേശുക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. അവിടുന്ന് ലോകരക്ഷിതാവ്. ആമേൻ. അതായത് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ മഹത്വ പരന്താൻ മനമേ മഹത്വ പരന്താൻ. വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ മഹത്വ പരന്താൻ മനമേ മഹത്വ പരന്താൻ. അപ്പൊ യേശുക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട സന്ദേശം. അതാ രക്ഷകൻ യേശുക്രിസ്തു, രക്ഷിതാവ് യേശുക്രിസ്തു. മറ്റൊരുത്തനിൽ രക്ഷയില്ല. ക്രിസ്തുയേശുവിൽ കൂടി രക്ഷ. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം അതാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ക്രിസ്തുയേശു. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ യേശുക്രിസ്തു. ഇതിലേ പോയാലും ഇതിനകത്തെ ഉള്ളടക്കം യേശുക്രിസ്തുവാണ്. ദൈവത്തിന് മഹത്വം. അത്രയ്ക്ക് ശ്രേഷ്ഠമാ ഈ പുസ്തകം. ഇത് നമുക്ക് ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇത് വായിച്ച ഭാഗ്യമാ, വായിച്ച് കേൾപ്പിക്കുന്നവർക്കും ഭാഗ്യമാ, കേൾക്കുന്നവർക്കും ഭാഗ്യമാ. ഇത് പ്രമാണിക്കുക പിന്നെ ഭാഗ്യത്തിന്റെ അയ്യരുകളില്ല. നിങ്ങൾ പറയുന്ന അത്രയും ഭാഗ്യം വേണ്ടെന്നും പറഞ്ഞാൽ നിങ്ങളുടെ ഇരിപ്പ് ആയിക്കോട്ടെ, ഉള്ള ഭാഗ്യം ആകട്ടെ. സ്തോത്രം. ഇത് വലിയ മഹാഭാഗ്യമാണ്. തരമെഴും അലങ്കാരമിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഴയ പാട്ടുകൾ പാടും. വിരോധമുണ്ടോ? പാടില്ല, എനിക്കൊക്കെയല്ലതാ. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോട് എതിർപ്പാൻ ഏനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്കാൻ മാത്രം ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ കൂടെ സാധാരണ ഹാർമോണിയം വായിക്കുന്ന സഹോദരനുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് വരാനൊത്തില്ല. പിന്നെ മറ്റ് 1-2 പേരോടുണ്ട്. അതിൻ്റെ പോരായ്മ ഇന്നും നാളെയും കാണും. നിങ്ങളും സഹകരിക്കുക.
എന്നാൽ ഈ സഹോദരന്മാര് സഹായിക്കുന്നല്ലോ. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എനിക്കൊരു സഹായമായിട്ട് എനിക്ക് അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം ഈ മാർഗത്തിൽ വന്നതാ, യേശുവിനെ അറിഞ്ഞതാ. അപ്പൊ ഈ പുസ്തകത്തിലെ വിശേഷത, ഇതെടുത്തത് തന്നെ ഭാഗ്യമാ. ഇതെടുത്തവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ല, വരത്തുമില്ല. ഇത് ആരെടുത്തിട്ടുണ്ടോ അവൻ ഗുണപ്പെട്ടിട്ടുണ്ട്. ഇതേത് വീട്ടിൽ വന്നിട്ടുണ്ടോ ആ വീടിന് വിടുതലും രക്ഷയാണ്. ഇതേത് സ്ഥലത്ത് ഈ പുസ്തകം ഉയർത്തിയിട്ടുണ്ടോ ആ സ്ഥലത്തിന്റെ മുഖച്ഛായ മാറിയിട്ടുണ്ട്. ഉണ്ട്. ഹൈറേഞ്ചിനും അതൊക്കെ പറയാനുണ്ട്. അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ ഈ മലമടക്കുകളിൽ കൂടി കയറി ഇറങ്ങി എന്ത് സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളാണ്. സ്തോത്രം. മൺമറഞ്ഞ അനേക ദൈവദാസന്മാർ, എടുത്തു പറയേണ്ട ധാരാളം പേരുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ ഇനിയും ചിലപ്പം ചിലക്ക് ഇനിയും ബോധിക്കുകയില്ല, അവർ തന്നെയല്ല വേറെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും എൻ്റെ ഓർമ്മയിൽ വരുന്ന ചിലർ, അതിൽ എടുത്തു പറയേണ്ട ആളാ വണ്ടംമേടി യാക്കോച്ചായൻ. സ്തോത്രം. നമ്മുടെ വാളാടി കൊച്ചായന്, വലിയച്ചായന്, അതുപോലെ തന്നെ ഇവിടെ അമരാവതിയിലെ ചക്കുപള്ളത്തെ നമ്മുടെ ടിജുമ്മച്ചനപ്പച്ചൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ പലര്, കൊച്ചറക്കാരെല്ലാം വിശേഷിച്ച് പഴയ സഭയാണെന്നില്ല, പുറ്റടി, കൊച്ചറ, ആ സ്ഥലങ്ങളിലുള്ള ദൈവമക്കൾ, അണക്കര, മാട്ടേക്കാര്, അവരെയൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അനേക ദൈവമക്കൾ, അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും പേര് പറയേണ്ട ധാരാളം പേരുണ്ട്, അതിന് നേരമില്ല. നമുക്ക് പിന്നെ ഒരു യോഗത്തിൻ്റെ പേര് തന്നെ ഞാൻ പറയാം. അപ്പോൾ അവരെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ട് അനേക ദൈവദാസന്മാര് ഈ മലമടക്ക്, അന്ന് വഴി ഇതുപോലെ വഴിയോ സൗകര്യമോ ഒന്നുമില്ല. ഈ കോടമഞ്ഞുമൊക്കെ പണ്ട് ഇവിടെ ഒരു നൂൽമഴയ്ക്ക് വേറെ എന്നാ നമ്പരാ തോന്നിച്ച 40 നമ്പരോ അതാ ഓർമ്മയുണ്ടതാ, നൂൽ പരുവത്തിനാണ് നിൽക്കുന്നത്. അതാ അങ്ങനല്ലേ? അതൊക്കെ സഹിച്ച് സ്തോത്രം. ഇതുപോലത്തെ ബിൽഡിങ്ങുകളൊന്നുമില്ല. അന്ന് പുല്ല് മേഞ്ഞ വരയാ, മേച്ച് പുല്ല് ചെത്തി അതെല്ലാം പാകി അവിടെ എല്ലാം അതൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട ഈ വേല ചെയ്തത്. ദേശത്തിൻ്റെ മുഖഛായ ദൈവം മാറ്റി. അപ്പൊ ഇത് എവിടെ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം അനുഗ്രഹവും നന്മയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ മുഴങ്ങുന്ന ദൈവവചനം ഈ ദേശത്തിനും കേൾക്കുന്നവർക്കും കൂടപ്പെടുന്നവർക്കും ഇവിടൊക്കെ വ്യാപാരം ചെയ്യുന്നവർക്കും വാഹനം ഓടിക്കുന്നവർക്കും ഈ ദേശനിവാസികൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് വീണ്ടും ദൈവസന്നിധിക്ക് പ്രാർത്ഥിക്കുന്നു. ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. ഇതിനെ ആശ്ലേഷിച്ചാൽ ഇത് നിന്നെ അവൻ അനുമോദിക്കും. ഇതിനെ ഉയർത്തിയവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. ഈ ദൈവവചനം നമ്മുടെ കയ്യിൽ ലഭിച്ചതിനാൽ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും 2 ഭാഗമാണ്. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഇത്രയും കേട്ടാ മതി, നേരെയില്ല. ബാക്കി വെക്കുന്ന നാളെ. കൈ ഓടിക്കുന്നില്ല, പാടുന്നില്ല, അപ്പൊ ഇത് മതി. ഇത് ഇത്രയും കേട്ടാ മതി. ഞാൻ തന്നെ ശ്വാസം പിടിച്ച് അങ്ങനെ പാടുകയും. അപ്പൊ ശ്രദ്ധിക്കുക, ഇതുപോലെ ഒരു പുസ്തകം വേറെ ഇല്ല. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം, ഈ സത്യവേദ പുസ്തകത്തിലെ ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. 66 പുസ്തകമാ. സ്തോത്രം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. എത്ര പുസ്തകം മോനെ? അതിനറിയാൻ മേല. 66. ആദ്യ പുസ്തകം ഉൽപ്പത്തി. ഒടുവിലത്തെ പുസ്തകം അവള് പറഞ്ഞായിരുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ മൊത്തം 66 പുസ്തകം. പഴയ നിയമത്തിൽ എത്ര പുസ്തകം? 39. 39. പുതിയ നിയമത്തിൽ അവിടെ തന്നെ ഇരുന്നോണം, പോകരുത്, യോഗം തീർന്നേ പോകാവുള്ളൂ. ഇങ്ങനത്തെ ടൈപ്പ് സാധന യോഗത്തിന് വേണ്ടത്.
സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 66 പുസ്തകം. അത് ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നൊക്കെ വേദപണ്ഡിതാക്കൾ പറയും. 5 പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. 5 പുസ്തകം. അത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാ. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, മൃഗോൽപ്പത്തി, ജലോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി എന്ന് വേണ്ട സകലത്തിന്റെയും ഉൽപ്പത്തി ഈ പുസ്തകത്തിൽ കിടക്കുക. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട്. എന്നിട്ട് 6ാമത്തെ ദിവസം അവിടുന്ന് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. മണ്ണുകൊണ്ടാന്നേ സ്കൂളിൽ പണ്ട് പഠിച്ചതും നമ്മളും പഠിച്ച് പറഞ്ഞത് ആ കുരങ്ങ്. അതാണ്. അപ്പോൾ കുരങ്ങ് രൂപാന്തരപ്പെട്ട് മനുഷ്യനായെന്ന പള്ളിക്കൂടത്തിൽ പണ്ട് പഠിപ്പിച്ചത്. അത് പഠിച്ചേ നോക്കുവോളായിരുന്നു. അത് പഠിച്ച് എഴുതിയെങ്കിലേ മാർക്ക് കിട്ടൂ. മാർക്ക് കിട്ടിയെങ്കിലേ അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ പറ്റൂ. അപ്പൊ അത് അവിടുത്തെ പഠിത്തം. എന്നാൽ ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സർവജ്ഞനായ ദൈവം അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ മെടഞ്ഞു. അപ്പോൾ 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചെന്ന ഉണ്ടാകട്ടെ എന്ന വാക്കിൽ സകലതും ദൈവം ഉളവാക്കി. ചൊന്നുണ്ടൻ വാക്ക് മൂലമെന്ന് വനവിധവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശത്തപ്പം ഭിന്നവന്ന മുഖബാധന്നു പൂജരകേജന വസ്തുക്കളുടെ ആയി തന്നെയും അല്ല തോയചരങ്ങളും അപ്പൊഴുതേ ഉടനായി നേരെ മറിച്ച് നായകനേകിയൊരല്ലകളിൽ നിലയായി തന്നെയും അല്ല വനങ്ങൾ അഭയന്തണ്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറിൻ തുടസത്തിൽ. അപ്പൊ ഇതൊക്കെ 6ാം ദിവസത്തില്ല, 5 ദിവസത്തിൽ കൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചു. വനങ്ങൾ അഭയന്തണ്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറിൻ തുടസത്തിൽ. 6ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അല്ല, നേരായി കോടിയും വളഞ്ഞു വന്നു അല്ല ദൈവം സൃഷ്ടിച്ചത്. നല്ല പരുവത്തിനാ. പിന്നെ ഈ പരുവത്തിലായത് നിന്റെ പാപം നിമിത്തമാണ്. അപ്പൊ ചോദിക്കും ഈ പരുവം മാറുക. ആ പരുവക്കേട് മാറാനാ ഈ ദിവസങ്ങൾ യോഗം നടത്തുന്നത്. ഈ യോഗത്തിൽ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകളെ ചട്ടങ്ങളും അനുസരിച്ച ബേബിക്കുട്ടി നിന്റെ പരുവക്കേട് മാറും. അപ്പോൾ 6ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അതിന്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം പരമവർക്ക് പൂജിതമാക്ക വിചിത്തമത ഒരു തോട്ടം. അത് കിഴക്കൊരു തോട്ടം ഉണ്ടാക്കി. നിങ്ങൾക്ക് 2 കൂടെ ജീവിക്കാനാ. പൂജിതഭാഗ്യം വിചിത്തമതാം ഒരു തോട്ടം ചമച്ചതിങ്കൽ ദൂരിത ദുഃഖം ഇരുത്തിയവർക്കൊരു വാട്ടം വര വിധം ദിവ്യോർജിതം ഒന്നു കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം. കൽപ്പന കൊടുത്തു. ദിവ്യോർജിതം ഒന്നു കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം. കന്നി പൂജിപ്പാനോ അരുതെന്നറിവിൻ മരമായ നിമിത്തം മാറുത്തും ചൊന്നാൽ വരുമ മരണം എന്നാൽ ഒരു നീക്കമില്ല നിന്ന് കരുതണം നിങ്ങളും പരമം ചൊന്നവർ. വരുമ മരണം എന്നാൽ ഒരു നീക്കമില്ല നീ കരുതണം നിങ്ങളും പരമം ചൊന്നവരോട്. വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശൻ താൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ. അപ്പൊ 5 ദിവസം കൊണ്ട് ഈ കാണുന്ന സകല ഭൂചര കേചര വസ്തുക്കള് മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതാ. നമ്മള് പള്ളിക്കൂടത്തിൽ പണ്ട് പഠിച്ചത് കോടാലി എടുത്തെറിഞ്ഞപ്പോളാ. പിന്നെ പഠിച്ചില്ല. ഇവിടെ പള്ളിക്കൂടം ഇല്ലേ? എനിക്കൊന്ന് ഇവിടെ ഈ ഏരിയയിലെ ആദ്യത്തെ പള്ളിക്കൂടം ആണ് മുരിക്കാശ്ശേരി. അവിടെ ആരെന്ന് തോന്നുന്നു. മുരിക്കടി. ആ, അതല്ലേ ആദ്യത്തെ പള്ളിക്കൂടം. അങ്ങോട്ട് പോയില്ലല്ലോ. പിന്നെ നീ അമരാവതി പറയുണ്ടല്ലോ സ്കൂള്. മോളെ കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോയത് എടുത്തോണ്ട് പോക്കൂ. അവനെ ബിസ്ക്കറ്റും കൊടുത്ത് ഇങ്ങ് വിട്ടിരിക്കുക.
അപ്പൊ ശ്രദ്ധിക്കുക, സ്കൂളിൽ പഠിപ്പിച്ചത് ഈ മഴുവെടുത്തെറിഞ്ഞെന്നാ സ്കൂളിൽ പഠിച്ചതാ. അങ്ങനെയൊന്നും ഉണ്ടായതല്ല, ദൈവം സൃഷ്ടിച്ചതാ. പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചത് അങ്ങനെ. കന്യാകുമാരി ക്ഷിതിയാദിയായി കോകർണാന്തമായി തെക്ക് വടക്ക് നീളെ കാച്ചിക്കാ പരുവത്തിന്. കന്യാകുമാരി ക്ഷിതിയാദിയായി കോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യം അമ്പാശുവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. അങ്ങനെ പഠിച്ചത്. പാരം കരിമ്പു പനസം മുളകേല ഇഞ്ചി ഏലോ ഇഞ്ചി. പാരം കരിമ്പു പനസം പനസം യോ ചക്ക, പ്ലാവും ചക്കയുടെ കാര്യമായി പറയുന്നത്. എല്ലാം മുളക് ചാറും കൂട്ടി അടിച്ചേച്ചായിരിക്കുന്നു വേക്ക വേവിച്ചത്. എന്നാലും എന്നാന്നറിയാൻ മേൽ കാന്താരി അടച്ചോറ്റിപ്പലക വെച്ച് ഒട്ടച്ചേച്ച് ചക്കപ്പൊടുക്ക് നിന്ന് വിലക്ക് വിറ്റു ഊത്തലെടുത്ത് ഓടിയ അങ്കയായിരിക്കുന്നത്. അതാ പനസം. പാരം കരിമ്പ് പനസം മുളകേല ഇഞ്ചി കേരം കവുങ്ങ് തളർ വെറ്റിലയേത്തവാഴ ഈരം വസ്തുതകൾ ചേർന്നു വിളങ്ങുമീ നൽപാരാഗ്ര കൽപ്പതരു മണ്ഡിത നന്ദനാപം വിന്ധ്യം ശമിക്കരിശമെന്നറിവാർന്നൊടുക്കും ഇന്ത്യ പ്രഭാതമുനി. പണ്ട് പഠിച്ചതാ. അതെ, ഇത് കോടാലിക്കും മാക്കത്തിക്കും വെട്ടുകത്തിക്കും ഒന്നും എറിഞ്ഞുണ്ടായതല്ല, സർവജ്ഞനായ ദൈവം സൃഷ്ടിച്ചതാ. ഒരു വാക്യം തെളിവിന് വായിച്ചോ. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഇപ്പൊ എല്ലാം വായിക്കാൻ നേരമില്ലല്ലോ. വെളിപ്പാട് 4:11 എല്ലാം വായിച്ചു പോയാൽ നമുക്ക് ഇവിടുന്ന് പോയി പറ്റുണ്ടാകുകയില്ല. അപ്പോൾ എല്ലാ വാക്യവും എടുക്കേണ്ടത് 4:11 വെളിപ്പാട് പെട്ടെന്ന് വായിച്ചു. പിന്നെ കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവൻ. അവിടെ വെളിച്ചത്തിന്റെ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത് ആ വായനയ്ക്കൊരു തന്നേൽ ഒരു കൈക്ക് മൈക്ക് പിടിക്കുകയും താള് മറിക്കുകയും ചെയ്യുമ്പോൾ താമസം വരും. ഞങ്ങളുടെ കർത്താവേ മതി അത് തന്നെ. ഞങ്ങളുടെ അമ്മ ഉണ്ടായിരുന്നു, ഇപ്പം വായിച്ച അമ്മയ്ക്ക് ക്ഷീണമാണെന്ന് തോന്നുന്നു. നമ്മുടെ ജോൺസൺ പാസ്റ്ററുടെ അമ്മ, വാളാടി കൊച്ചായൻ്റെ അനിയൻ്റെ ഭാര്യ. അമ്മച്ചി എന്തിയാ വന്നിട്ടുണ്ടോ? വരാനൊക്കത്തില്ലാര് ഉണ്ടോ അച്ഛാ? വന്നിട്ടുണ്ടോ അച്ഛാ? മോനല്ലയോ പുറകിരിക്കുന്നത്? അമ്മ എന്തിയെ? വയ്യ. ഇപ്പം എത്രയുണ്ട്? 90 ആയോ? പണ്ട് ഈ ദേശത്തൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് മൈക്കൊന്നും വേണ്ട, നല്ല അമ്മയും മോളും മുറ്റ ഉണ്ടമ്മയുടെ താറാമ്മ. അപ്പം നന്നായിട്ട് വാക്യം വായിച്ചു തരും അമ്മച്ചി വാക്യം വായിച്ചാൽ നമുക്ക് പ്രസംഗിക്കാൻ തോന്നും. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ സർവജ്ഞനായ ദൈവമാണ്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കിയവനായിട്ടും ഉളവാക്കി. എബ്രായ ലേഖനം നമ്മൾ വായിക്കുന്നത് സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവൻ തന്നെ. ഈ കാണുന്ന മുഴുവൻ ചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകരെണ്ണീട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായ 60 കോടി. അന്നെണ്ണിയപ്പോൾ 60 കോടി. ഇപ്പൊ പിന്നെയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക നക്ഷത്രം. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 28,000 പരീണാഹമെന്ന. അവൻ 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും നക്ഷത്രമണ്ഡലങ്ങളെ ഗാലക്സി എന്ന് വേണ്ട സകലത്തെ സൃഷ്ടിച്ചവൻ സർവജ്ഞനായ ദൈവമാ. ആ സൃഷ്ടിതാവായ ദൈവത്തെ സേവിക്കുവാനും ആരാധിക്കുവാനും ലഭിച്ചതായ ഏറ്റവും വലിയ ഭാഗ്യം. ഈ ആയുസ്സിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച ഭാഗ്യം എന്താണെന്നറിയാമോ? സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനും സേവിപ്പാനും സ്നേഹിപ്പാനും അവിടുത്തെ അനുഗമിക്കുവാൻ ലഭിച്ചതാ ഏറ്റവും വലിയ ഭാഗ്യം. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ, നാമെന്തു ഭാഗ്യമുള്ളോർ. നാഥന്റെ കാൽച്ചുവടു നാൾ തോറും പിന്തുടരും
താൻ നല്ല മാതൃകയായി താൻ ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ നാം എന്തു ഭാഗ്യമുള്ളോർ. ഈ ആയുസ്സിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ ആരാധിക്കുന്നതാണ്. അത് ഞാൻ മുൻപോട്ട് സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിസ്തരിക്കാൻ അങ്ങ് പോകുക. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ വിശേഷത, സകലത്തിന്റെ ഉൽപ്പത്തി 5 ദിവസം കൊണ്ട് ഭൂചര ഗേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചത്. അനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. നിങ്ങൾക്കറിയാം, വായിക്കുന്നവർക്കറിയാം, തനിയായിരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഗാഠനിദ്ര, ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്തിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് ഇവന്റെ സമീപത്ത് കൊണ്ട് നിർത്തി. ആദാം ഉറക്കം ഉണർന്നു. സാറ് കൊടുത്ത പ്രയോഗം ഉറക്കം ഉണർന്ന് കണ്ണുകൾ ഇങ്ങനെ പതുക്കെ തുറന്നു വരുമ്പോൾ ഹവ്വ നിൽക്കുന്നു. അന്തം വിട്ടുപോയെന്ന. ആദാം അന്തം വിട്ടത് പേടിച്ചല്ല, സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമാണ്. കാരണം ദൈവം സൃഷ്ടിച്ചതാണ്. ഇപ്പോഴും നമ്മൾ ചിലർ അന്തം വിടാറുണ്ട്, സൗന്ദര്യം നോക്കിയിട്ടല്ല. സൗന്ദര്യം കൊണ്ടാണോ ഞെട്ടുന്നേ? ഓ, വർത്താനം പറഞ്ഞു വയ്ക്കുമ്പോൾ എൻ്റെ ബേക്കുട്ടി ഞാൻ പിന്നെ അവൾ വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഞെട്ടുന്നത്, കാണുമ്പോൾ അങ്ങ് ഞെട്ടല. സഭയിലൊക്കെ പാസ്റ്റർമാരെ കിടുകിട വിറപ്പിക്കുന്ന അച്ചായന്മാർ വീട്ടിൽ ചെന്നാൽ കുഞ്ഞാട് പോലെ അതിലെ നടക്കുന്ന കാണാം. തള്ള എന്നെ ചൂണ്ടാൻ നിർത്തിയിരിക്കുന്നത്. നീ ആനയെ ചൂണ്ടുവരൽ നിർത്തുന്ന ആളാ നിന്നെയാ മേരി. ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, തനിയായിരിക്കുന്ന ആദമിനെ ദൈവം തക്ക കൊടുക്കാൻ വേണ്ടി ഹവ്വായെ സൃഷ്ടിച്ചു, വാമഭാഗത്ത് കൊണ്ടുവന്നത്. ആദാം ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ മനോഹര രൂപിയായ ഒരു 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 നാരീരത്നം കണ്ടാൽ അന്തം വിട്ടുപോകും. അത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ: ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം. ദീർഘനിദ്രയല്ലേ? ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യയാം നാരീരത്നം തനിക്ക് മുന്നിലായി നിൽക്കുന്നു. വിവാദത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനുബിംബം പോലെ ഇങ്ങനെ നിൽക്കുക. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി, പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണ്. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി ഇപ്രകാരം ആദമൻ ഉള്ളത്തുലുച്ചരിച്ചു. ആദാം ഉള്ളത്തിൽ പറയാ, തള്ള കേക്ക പറഞ്ഞില്ല. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി ഇപ്രകാരം ആദം ഉള്ളത്തിൽ ഉച്ചരിച്ചു, എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച, ഇതുവരെ കാണാത്തൊരു കാഴ്ചയാ. കാരണം തലേ ദിവസം കണ്ടത് കൊമ്പനാനയാ കണ്ടത്, അതിൻ്റെ തലേന്ന് കരടി പോകുന്ന കണ്ടു, അതിൻ്റെ തലേന്ന് മ്ലാവെടുത്ത് ചാടുന്ന കണ്ടു, അതിൻ്റെ തലേന്ന് കുറുക്കൻ ഓടുന്നത് കണ്ടു. ഇതൊക്കെ ആ പുള്ളി കാണുന്നത്. ഇത് പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ്. ഇതിനെല്ലാം വ്യത്യസ്തമാണ്. കാണാത്ത കാഴ്ച കാണുമ്പോൾ അന്തം വിടുകയല്ലേ? പണ്ട് ഭീമൻ പൂ പറിക്കാൻ പോയപ്പോൾ കണ്ട കാര്യം നമ്പിയാർ എഴുതിയിട്ടുണ്ട്. കല്ലോലജാലം കളിക്കുന്ന കണ്ടു. പുള്ളി അതൊക്കെ കണ്ടേച്ചാ വായിച്ചാ പഠിച്ചല്ലേ അത്? അതാ കല്ലോലജാലം കളിക്കുന്ന കണ്ടു, കമലമണി നിറമുട്ടയ കമലമത് കണ്ടു, കല്യാണിമാരും കുളിക്കുന്ന കണ്ടു, പൊലമയ്ക്കൊട്ട് ചട്ടുല ചെല്ലവട്ടവും അത് കണ്ടു, അന്നങ്ങളങ്ങൂ പറക്കുന്ന കണ്ടു, വനതരനം അവയുടെ നടനമത് കണ്ടു, മാരാരിക്കൂറ്റൻ മതിക്കുന്ന കണ്ടു, ഐരാവതം വന്നിറങ്ങുന്ന കണ്ടു, ഗന്ധത്തിപം വന്നിറങ്ങുന്ന കണ്ടു. പുള്ളി ഇതെല്ലാം കണ്ടേച്ച് കിടക്കുക. അപ്പൊ ആദാമും ഇതുപോലെ തന്നെ തലേ ദിവസവും അതിന്റെ തലയെല്ലാം ആനയും കരടിയും പുലിയെല്ലാം കണ്ട് ഒരു പരുവക്കേടി ഇരിക്കുക. അന്നേരം വേണ്ട അപ്രതീക്ഷിതമായ ഒരു കാഴ്ച, അന്തം വിട്ടുപോയി. കാരണം യാതൊരു അപാകതയില്ല. കാരണം എന്നാ? സർവജ്ഞനായ ദൈവം ആ സൃഷ്ടിച്ചത്.
അപാകതയൊന്നും വരികയല്ല. മർക്കോസ് 7:37 വായിക്കുന്നത് അവൻ സകലത് നന്നായി ചെയ്തെന്ന. ആ തൃക്കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചു കിടത്ത് മുഴുവൻ നന്നായി ചെയ്തു തരും. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി ഇപ്രകാരമാതമനുള്ള തുലുച്ചരച്ചു എന്ന് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച. എന്താ മിന്നലീ ഭൂവിൽ പിണ്ടിതാകൃതിയായോ? അതാ ചിന്തിക്കുക, മിന്നലെല്ലാം കൂടെ ഉരുണ്ടുകൂടി വന്ന് നിൽക്കുകയാണോന്ന്. അത്രയ്ക്ക് സൗന്ദര്യമാണ്, അല്ലാതെ മേഘമൊന്നും അല്ല തള്ളയിരുന്നത്. അതാ ചിന്തിക്കുക, മിന്നലെല്ലാം കൂടെ ഉരുണ്ട് വന്ന് നിൽക്കുന്നതാണ്. അന്തം വിട്ടുപോയി. ഹന്ത മിന്നലീ ഭൂവിൽ പിണ്ടിതാകൃതിയായോ? ചന്ദ്രനെ വെടിഞ്ഞിങ് ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യം. എന്തൊരു നവസൃഷ്ടി, പുത്തൻ സൃഷ്ടി. എന്നിട്ട് ആനാ പറയുക, വാനവ പരിശകിലെങ്ങാനുമാണോ വരില്ലാനാദികൾക്ക് അല്പഭേദമോർത്ത് കണ്ടാൽ കേശഭംഗിയും. നല്ല മുടി, അല്ലാതെ ഉള്ള വട്ടം കണ്ടിച്ച് നടക്കുമൊന്നുമല്ല. ഇപ്പോഴത്തെ ചില സ്ത്രീകൾ അങ്ങനെ ആണല്ലോ, മുടിയെല്ലാം കണ്ടിച്ച് ഇടയ്ക്കിങ്ങനെ. ഈ ചില അസുഖങ്ങൾ വന്ന് ചില മാന്യ സഹോദരിമാരുടെ മുടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. അവർ തെറ്റിദ്ധരിക്കരുത്. ചില രോഗത്തിന് വിധേയപ്പെട്ട് ചികിത്സയിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ മുടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കി നഷ്ടപ്പെട്ടു പോയ മുടിയെല്ലാം ദൈവം തിരികെ തരട്ടെ. അവരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കുഴപ്പമില്ലാത്ത ലില്ലിക്കുട്ടി ഇതെല്ലാം മട്ടം കണ്ടിച്ച് വെച്ച് കുമളി വഴി ഇങ്ങനെ നീ മൂന്നാറിനടിച്ച്, മൂന്നാറ് നേരെ പിന്നെ മേട്ടുപ്പാളയത്തിന് പോയി, പിന്നെ നീ അടിച്ച് തിരിച്ച് തേക്കടിയിൽ ആ വള്ളത്തേക്കരി അതിലെല്ലാം നടക്കുന്ന ലില്ലിയുടെ കാര്യമായി പറഞ്ഞത്. വട്ടം കണ്ടിച്ചു. കേശഭംഗിയും, നല്ല മുടി, കേശഭംഗിയും മുഖാംബുജത്തിൽ ആശികൻ പോലെ കളിയാടുന്ന ജാതിയും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും. ഔവാവെന്ന് ചിരിച്ചാൽ ആരും വശപ്പെടും. നമ്മൾ ചിരിച്ചാലോ? നമ്മുടെ മുടമ്പല് കൊണ്ട് ചിരിക്കാതിരിക്കുന്നതാ നല്ലത്. പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും. അഞ്ചിതമായ ദന്തപ്രഭയും മുകുളവും. നല്ല പല്ല, അല്ലാതെ ഒരെണ്ണം എല്ലിനിട്ട് കടിച്ചപ്പോൾ ഒടിഞ്ഞും പോയി, ഒന്ന് ആടിയും നിൽക്കുന്നു, ഒന്ന് വെപ്പുമല്ല പലിച്ചപ്പോൾ അതൊന്ന് താഴെയും പോയി. അല്ലാതെ അങ്ങനൊന്നും അല്ല തള്ളയുടെ പല്ല്. നല്ല ദന്തപ്രഭേ. പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും. വഞ്ചിതമായ ദന്തപ്രഭയും മുകുളവും. പാടലാതരം എന്ന് പറഞ്ഞ നല്ല ചുണ്ട്. പാടലാതരം നമ്മുടെ ചുണ്ട് വറകലം പോലെ ആയിരിക്കുന്നത്, കാരണം വലിച്ചു വിട്ടതല്ലേ. നല്ല ചുണ്ടായിരുന്നു പങ്കജന്റെ. ഈ തണുപ്പുമെല്ലാം നിന്ന് പിടിച്ചതാ, പരുവക്കേടായി. ആടെ നീ ഈ സമയത്തെങ്കിലും ഇതിനകത്ത് വന്നല്ലോ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പാടലാതരം മനോമോഹനം നാസികയും. നല്ല നീണ്ട മൂക്ക്. ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മാഹാത്മ്യമാണ് ഈ പറയുന്നത്. അവിടുന്ന് സൃഷ്ടിച്ചാൽ ഒന്നിനും അപാകതയില്ലെന്ന്. പാടലാതരം ചുണ്ടേ, പാടലാതരം മനോമോഹനം നാസികയും. നല്ല മൂക്ക്. നമ്മുടെ മൂക്ക് നിലന്തള്ളിക്ക് അടിച്ച പോലെ ആയിരിക്കുന്നത്, രണ്ട് തുളയല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ആ കുളിപ്പിച്ച തള്ള മിടുക്കി ആയതുകൊണ്ട് പിടിച്ചിട്ട് ഒരു ഇച്ചിരി കുളിപ്പിച്ച തള്ള ഇച്ചിരി മിടുക്കി തള്ള ആയതുകൊണ്ട് അത് ഒരു പരുവത്തിനാക്കി തന്നു. പാടലാതരം മനോമോഹനം നാസികയും പേടവാൻ അടിപണിതീടുന്ന മിഴികളും. ഈ കവികളൊക്കെ വർണ്ണിക്കുമ്പോൾ നല്ല കണ്ണ് മാൻ്റെ കണ്ണാണ്. മാൻ്റെ കണ്ണ്, മാൻമിഴിയാളെ എന്നൊക്കെയാ, അങ്ങനല്ലേ? ഒന്നും അറിയാൻ മേല ആർക്കും. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ എഴുതി കൊടുത്താൽ ഞാൻ നിന്നെ ഡാഷ് ഡാഷ്. ഇപ്പം പിടികെട്ടി, അത് പറയാനാ. ഇപ്പോഴല്ലേ മൊബൈലിൽ കൂടെ ഹായ് ടിൻ ഹായ് ടിൻ. പണ്ട് അങ്ങനല്ല. ബേകുട്ടി രാത്രി നിന്ന് ഉറക്കളച്ചിരുന്ന് എഴുതുകാരെന്ന് എഴുതി അതുമായിട്ട് എന്ത് പരിശ്രമിച്ച സ്തോത്രം. അതിനകത്ത് എഴുതി ആ മാൻമിഴിയാളെന്ന്. അപ്പോൾ മാൻ്റെ കണ്ണ് വളരെ സൗന്ദര്യമാണ്. പേടമാൻ അടിപണിതിയിടുന്ന മിഴികളും. മാൻ പോലും തോറ്റുപോകുന്ന നല്ല കണ്ണായിരുന്നു ഔവായുടെ. പേടമാൻ അടിപണിതിയിടുന്ന മിഴികളും ഉല്ലസൽ കല്ലോലം പോലിളകും
ചില്ലി യുഗം. കല്ലോലം വെള്ളത്തിരയാ. ഇങ്ങനെ കാറ്റടിക്കുമ്പം, ചെറിയ കാറ്റ് അടിക്കുമ്പം വെള്ളം ഇങ്ങനെ ഇളകുമല്ല, കല്ലോലജാലം. ഉല്ലസൽ സന്തോഷപൂരിതമായിട്ട്, ഉല്ലസൽ കല്ലോലം പോലിളകും ചില്ലി യുഗം. ചില്ലി എന്ന് പറഞ്ഞ ചില്ലി യുഗം പുരികം. അപ്പൊ ഈ സംസാരിക്കുമ്പോൾ പുരികം ഇങ്ങനെ വെട്ടി നിൽക്കുക. അത് നല്ല ചന്തമാ കാണാൻ. നമ്മുടെതെല്ലാം പുരികമെല്ലാം മടിച്ചു പറിച്ച് ഊരക്കളഞ്ഞ് നടക്കുക. ബ്യൂട്ടി പാർലറിലെ തങ്കമണി പറഞ്ഞു, ഓ മേരി ഇത് വെച്ചോണ്ടിരിക്കണ്ട, വലിച്ചു പറിച്ച് എന്നാൽ ആണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് വലിച്ചു പറിക്കുകയോ അടിച്ചു കളയോ. കാരണം തന്നെത്താൻ ഏൽപ്പിച്ചെന്നാന്നല്ലോ പുസ്തകത്തിൽ മാറ്റി. അപ്പം ഇതെല്ലാം പറിച്ച് ദൂരോട്ട് കളഞ്ഞു. എന്നാൽ അവ്വ അങ്ങനല്ല, പുരിയൊക്കെ നല്ല ദൈവം സൃഷ്ടിച്ചതല്ലേ. ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് അപാകതയില്ല. ഇതെന്തിനാന്ന് ചോദിച്ചാൽ വിയർപ്പ് അഥവാ വന്നാൽ ഇങ്ങനെ ഇറങ്ങിയോട്ട് പോരാതിരിക്കാൻ ഇതിലേക്ക് അങ്ങ് പോകും. എന്നാലും അതെല്ലാം കൂടെ വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ നീ വന്ന് കുത്തിയിരിക്കുന്നത്. ഉല്ലതൽ കല്ലോലം പോലിളകും ചില്ലി യുഗം. നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും, ഗണ്ഡം കവിള്, ദാടിമം, മാതള നാരങ്ങ. കവിയുടെ ഭാവനയാ. അപ്പൊ കവി ഹവ്വായിയുടെ കവിളിലോട്ട് നോക്കുമ്പോൾ രണ്ട് നല്ല മാതള നാരങ്ങ കൊണ്ട് വെച്ചതുപോലെ തുടുത്ത്. നമ്മുടെ കവിള് കുഴിഞ്ഞ് എണ്ണം വലിച്ചു വിട്ടപ്പോൾ ഓർക്കണമായിരുന്നു. കുഴിഞ്ഞ് പഴയ വട്ടുസോഡ പോലെ അതിൻ്റെ മോന്ത ഇരിക്കുന്നത്, വട്ടുസോഡ. എന്താ ഇതിന്റെ കാരണം? എന്നാ? പാപം പ്രവേശിച്ചതാ. എന്നാൽ പാപത്തിന് മുമ്പ് നിഷ്കന്മക്ഷ യുഗത്തിൽ സർവജ്ഞനായ ദൈവം തൻ്റെ തിരികിത പ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ യാതൊരു ഊനമില്ല, അപാകതയില്ല, ഭയങ്കരവും അതിശയകരമായിട്ട് നമ്മളെ സൃഷ്ടിച്ചു. ആട്ടെ, ഞാനിനി ആ ഭാഗത്ത് നിന്ന് പോകുന്നില്ല. 5 ദിവസം കൊണ്ട് പൂജകേചര വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചു. 6-ാം ദിവസം മനുഷ്യൻ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ പാപം ചെയ്തു. അതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് ഇവരെ വെളിയിലാക്കി, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് പാപം ചെയ്തപ്പോൾ ഇവരെ തോട്ടത്തിന് പുറത്താക്കി മിന്നുന്ന ജ്വാലകളുള്ള വാളുമായി കെറൂബുകളെ അവിടെ ഏർപ്പെടുത്തി. ആദാമും ഹവ്വായും മുൻപോട്ട് ജീവിതം ആരംഭിച്ചു. കയ്യിനുണ്ടായി, ഹാവേലുണ്ടായി. കയ്യിൻ ഹാവേലിനെ കൊന്നു. പിന്നെയും ആദാമിനൊരു തലമുറയെ കൊടുത്തു, ഷേത്ത്. ഷേത്തിൽ നിന്ന് ഏനോഷ്, ഏനോഷിൽ നിന്ന് കേനാൻ, മഗലേൽ, യാരദം, മെഥൂശലേക്ക്, ലാമക്കൻ, നോഹ. നോഹയുടെ 3 മക്കള് ഷേം, ഹാം, യാബത്ത്. അതിൽ ഷേമിന്റെ 10-ാം തലമുറ അബ്രഹാം. അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് യോസേഫ്. ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം പര്യവസാനിപ്പിക്കുന്നത്. ഏലാ യോസേപ്പിന്റെ തലമുറകളും യോസേപ്പിനെ കൊണ്ട് പര്യവസാനിക്കുന്നു. 50 അധ്യായം. എല്ലാം വിവരിക്കുന്നില്ല. ഒടുവിൽ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം, ഒടുവിലത്തെ 2 അധ്യായം 2 മരണമാണ്. അത് മറ്റാരുമല്ല, 1 ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മരണം, 2 യാക്കോബിന്റെ മകനാകുന്ന യോസേപ്പിന്റെ മരണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല ആൾക്കാരോടും പറയാ, എന്റെയും നിന്റെയും ഒടുവിലത്തെ ദിവസം അവൻ മരണ ദിവസമാണ്. ജനന ദിവസത്തെക്കാൾ ഉത്തമമാണ് മരണ ദിവസം. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഒരു ദിവസം മരിക്കും. മരണത്തിന്റെ തണുത്തകരം നിന്നെ വന്ന് തലോടും തപ്പും. ഈ മരണത്തിന്റെ തണുത്തകരവും നിന്നെ വന്ന് തലോടുന്നതിനും തപ്പുന്നതിന് മുമ്പ് നീയും ഞാനും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. എല്ലാവരും മരിക്കും. പ്രസംഗിക്കുന്ന ഞാൻ മരിക്കും, കേൾക്കുന്ന നിങ്ങൾ മരിക്കും. മരണം ഏത് സമയത്താന്ന് അറിയത്തില്ല. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ആ പാട്ടറിയാമോ മോനെ? നമ്മുടെ പാട്ടുകാരൻ എല്ലാരും പോയോ? അതറിയത്തില്ല. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, തീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന ദോർക്കായിൽ എന്തു കഷ്ടമേ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന ദോർക്കായിൽ എന്തു കഷ്ടമേ. ഇടയ്ക്കത്തെ ഒരു വരി ഒന്ന് എൻ്റെ ശ്വാസം വിട്ടുപോകുന്ന സമയത്തൊന്ന് താങ്ങി തന്നാൽ മതി, ബാക്കി ഞാൻ എടുത്തോളാം. ഈ ഭാഷ പറയുന്ന തെറ്റാ. പണ്ട് അങ്ങനെ ഓപ്പണായിട്ട് പറയുക, ക്ഷമിക്കണേ. കൊല്ലൻ്റെ ആലയെ ചെല്ലുമ്പം പണ്ട് കണ്ടിട്ടുണ്ട്,
ഇങ്ങനെ വെക്കുന്ന തന്നെ ഒലയെന്നാണോ പറയുന്നത്? ഒല. അപ്പം പച്ചിരുമ്പ് അങ്ങോട്ട് കൊടുക്കും, അത് കാച്ചി പഴുപ്പിക്കും, നല്ല ചെമ്പരത്തിപ്പൂവിൻ്റെ കളറാകും. അപ്പം ഇങ്ങേ വശത്തൊരു കൽത്തൊട്ടിക്കകത്ത് വെള്ളമുണ്ട്. അപ്പം ഇത് പഴുത്ത് കഴിയുമ്പോൾ കൊടിൽ കൊണ്ട് പിടിച്ചേ അങ്ങോട്ടൊരു ചൂന്നൊരു മുക്ക് മുക്കിയച്ചേ വേറൊരു വലിയ ഇരുമ്പ് കട്ടയുടെ പുറത്തോട്ട് ഇത് വെക്കും. കൊടിൽ കൊണ്ട് പിടിച്ചാണ് വെക്കുന്നത്. വെക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കും ചിലർക്കറിയാം. അപ്പം വലിയ കൂടമാ കൊല്ലൻ്റെ ഇരിക്കുന്നത്. പുള്ളി ഇതെടുത്ത് ഒറ്റ അടി അടിക്കും. പച്ചിരുമ്പല്ലേ കാച്ചി പഴുപ്പിച്ച് അടിക്കുക. ഒരടി അടിക്കുമ്പം സഹധർമ്മിണിയോ പിള്ളേരോ അടുത്തുണ്ട്. മിക്കവാറും സഹധർമ്മിണി ആ കൊല്ലത്തിയാ. പുള്ളി ഇങ്ങനെ എടുത്ത് ഒറ്റ അടി അടിക്കുമ്പോൾ ഈ തള്ള അവിടെ ഇരുന്ന് 2 അടി അടിക്കും ചെറുതുകൊണ്ട്. ഏക്കുന്നില്ലെങ്കിലും പുള്ളിക്ക് ഒരാഴ്ച. അപ്പം ചെറിയ 2 അടി തന്നാൽ മതി. ഞാൻ ശ്വാസം പിടിച്ച് പാടുമ്പം എന്തായാലും ഒരു കാര്യം പറയാം, എന്നെയും നിങ്ങളെയും മരണം വന്ന് പിടികൂടും. മരണത്തിൽ നിന്ന് ആർക്കും ഒഴിയാവതല്ല, മരണം വരും. കത്തോലിക്കരായ സഹോദരങ്ങള് ശവസംസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ റെക്കോർഡിടും, അല്ലെ ചിലർ പാടും. ഞാൻ പാടുന്ന വരി തെറ്റിയെങ്കിൽ കത്തോലിക്കരായ സഹോദരന്മാർ എന്നോട് ക്ഷമിക്കണം. എങ്കിലും അത് സന്തോഷമുള്ളത് കൊണ്ട് ആ വരി അറിയാവുന്നൊരു കൂടെ വേണേ പാടിക്കോ. ഞാൻ ചിലപ്പോൾ തെറ്റിപ്പോകുമായിരിക്കും, ക്ഷമിക്കണേ. പക്ഷെ നല്ല സുഖമാണ് അത് കേൾക്കാനും, അർത്ഥസമ്പുഷ്ടമാണ്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ, അലസത കൂടാതെ. പേടിച്ചിട്ട് പാടാത്തതാണോ? അറിയാൻ പാടില്ലാന്നോ? ചിലരുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് പാസ്റ്ററെ വെളുപ്പിക്കുകയല്ല അതിന് മുന്നേ. എന്നാ ഏതായാലും ഞാനും ഇവിടെ കാണും, ഞാനും വരാം, ബാക്കി പാടിക്കോളാം. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. ചാകുകയല്ല, പാട്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, ആ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ, അലസത കൂടാതെ എന്ന് പറഞ്ഞാൽ നീ നാട്ടുകാർക്കും വീട്ടുകാർക്കും അയലത്തുകാർക്കും ഗുണം ചെയ്യണമെന്നാ. നീ വീട്ടിലും വഴക്കുണ്ടാക്കി, അയലത്തുകാരോടും അതിര് തർക്കം ഉണ്ടാക്കി, സഹോദരങ്ങളോടും മിണ്ടുകയില്ല, അപ്പനും അമ്മയ്ക്കും വെള്ളവും കൊടുക്കുകയില്ല, ആ മനുഷ്യത്ത് മുഴുവൻ ആൾക്കാരും ഉടക്കുണ്ടാക്കി തങ്കച്ച നീ തൊലയും. ഇനി ഇത് കൂടുതൽ ഞാനങ്ങനെ ഇതൊക്കെ ഞാൻ പറഞ്ഞാലേ ഒക്കുള്ളൂ. പിന്നെ ഇവര് പ്രധാനപ്പെട്ടവര് നല്ല സ്റ്റാൻഡേർഡോടെ അവർ സംസാരിച്ചോളൂ. എനിക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് കുറവാ, ഈ പള്ളിക്ക് ഈ മണി മതി എന്ന് പറഞ്ഞ പോലെ. ഞാനും നീയും മരിക്കും. മരണദൂതൻ നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. ഏത് സമയത്തും മരണം നിന്നെ പിടികൂടും. അതാ പറഞ്ഞ മരണം വരുമൊരു നാൾ ഓർക്കുക മർത്തിയ നീ. ആ മരണത്തിന് തണുത്തകരമെന്ന് തപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി യേശുക്രിസ്തു മാത്രം. സ്തോത്രം. ഞാന് അമ്പലത്തിൽ പോകുന്ന സമയത്താണ് രക്ഷിക്കപ്പെടുന്നത്. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നായി മാർഗത്തിൽ വരുന്നേ. അപ്പോൾ നാമം ജപിക്കുമ്പോൾ ഹൈന്ദവരായ സ്നേഹിതന്മാർക്കറിയാം, പണ്ട് ചൊല്ലിയിട്ടുണ്ട്. അത് ഇപ്പം 10-35 വർഷമായതുകൊണ്ട് ഇത് ചൊല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ തെറ്റുമായിരിക്കും, സാധകം ക്ഷമിക്കണം. അപ്പോൾ അന്ന് ചൊല്ലിയിട്ടുണ്ട്, കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബത കളയരുതാരും, മരണം വരുമിനി എന്ന് നിനച്ചിക. അങ്ങനെ തെറ്റുകാരനെ ക്ഷമിക്കണേ. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബത
കളയരുതാരും മരണം വരുമിനി എന്നു നിനജിക്കാം മരുവുക സതതം നാരായണ ജയ. ഇനി നാളെ പെന്തിക്കോസുകാരെല്ലാം പറയാം അയാളിപ്പം ചൂഷായിട്ട് ഒന്നും പറയുന്നില്ല, നാമം ജപിച്ച് നടക്കുകയാണ്. ഇനിയിപ്പം എന്നാ പറഞ്ഞാൽ എനിക്ക് വിഷയവുമല്ല. ഓ സ്തോത്രം. പണ്ട് ടി വി തോമസിൻ്റെ അമ്മ അസുഖമായിട്ട് കൂടുതലായിട്ട് കിടന്നപ്പം കൊച്ചുമക്കളുടെ ഡോക്ടർമാർ എന്ന് പറഞ്ഞ് അമ്മ മരുന്നെടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല. അപ്പം തള്ള പറഞ്ഞെന്നാ പറയുന്നത്, ഓ നല്ല വെള്ളപ്പൊക്കത്തിൻ്റെ പമ്പയാറ് നീന്തി കിടന്ന എൻ്റെ ഇടയ്ക്ക് പിന്നെ കൈത്തോടിൻ്റെ കാര്യമൊന്നും പറയണ്ടെന്ന് മനസ്സിലായി കാണും. അത് എനിക്കിതൊന്നും വിഷയമല്ല. ഒരു കാര്യം പറയാം, കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം വരെ കളയരുതാരും മരണം വരും. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമമായി വാണിയിട്ടെങ്കിലും ഒന്നുരിയാടും അതിനിട കിട്ടാ വന്നാൽ യമഭടർ. കാലകിങ്കരന്മാരടുത്ത് വന്നാൽ ഒരു അക്ഷരം ഉരിയാടാതെ തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും. അതിനു മുമ്പ് നീ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. തോട്ടത്തിൽ മേരി പെനിഞ്ഞ പാടിയത് നമ്മൾ പഠിച്ചതാ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം. വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ തിരിച്ചു വന്നിടാത്ത യാത്രയാണെന്ന്. തിരിച്ചിങ്ങോട്ട് വരികയല്ല. അതാ മേരി പെനിഞ്ഞ പാടിയത്. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്ന് സംഭവിച്ച് കേട്ട് കേൾവിയില്ലെന്ന. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി. എന്നേക്കാൾ നിങ്ങളെക്കാൾ മിടുക്കന്മാർ ഉന്നതന്മാരൊക്കെ അവൻ മരണം വന്ന് പിടികൂടിയപ്പോൾ അമർന്നുപോയി. എന്നാൽ മരണത്തെ ജയിച്ച ഒരുവനുണ്ട്, അത് നസറയനാകുന്ന യേശു. ആ യേശുവിനെ ഇന്ന് രാത്രി രക്ഷിതാവായി സ്വീകരിച്ചാൽ നിനക്ക് നിത്യജീവൻ ഉറപ്പാ. അപ്പോൾ മരണം വന്ന് പിടികൂടും. ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ 2 അധ്യായം 2 മരണമാവുന്നു. യാക്കോബിന്റെയും യോസേഫിന്റെ മരണം, നല്ല മരണം. ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. അടുത്തത് പുറപ്പാട് പുസ്തകമാണ്. എന്താ പുറപ്പാട് പുസ്തകം? ദൈവജനത്തിന്റെ പുറപ്പാട്. എവിടുന്ന്? മിസ്രയീം എന്നൊരു പുറപ്പാട്. അതെന്തിനാ മിസ്രയീം എന്ന് പുറപ്പെടുന്നത്? ദൈവത്തെ ആരാധിക്കാൻ. അതെവിടെ? ദൈവം പറഞ്ഞ ഇടത്തേക്ക്. അതാണ് പുറപ്പാട്. ലേവിയ പുസ്തകം പുറപ്പെട്ട ജനത്തിന്റെ ആരാധനയുടെ ക്രമമാണ്. തോന്നിയിടത്ത് ആരാധിക്കാനും തോന്നുന്നത് പോലെ ആരാധിക്കാൻ പ്രമാണമില്ല. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. അതാണല്ലോ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ. അങ്ങനെ ആരാധനയ്ക്ക് ചട്ടമുണ്ട്. പണ്ടൊരാൾ സ്പീഡി വായിച്ചു, ആരാധനയ്ക്ക് ചാട്ടമാണ്. ചാട്ടമുണ്ട്, അത് ചട്ടത്തിൽ നിന്ന് ചാടണം. ചട്ടത്തിൽ നിന്നുള്ള ചാട്ടമാണ് ദൈവം അംഗീകരിക്കുന്നത്. അപ്പോൾ ദാവീദ് കുതിച്ച് നൃത്തം ചെയ്തല്ലോ, ഇതൊക്കെ ചട്ടത്തിൽ നിന്ന് ചെയ്യണം. അപ്പോൾ ആരാധനയുടെ ക്രമമാണ് ലേവിയ പുസ്തകം. സംഖ്യാപുസ്തകത്തിന്റെ വിശേഷത എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. ഓരോരുത്തരെയും ദൈവം എണ്ണി എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന നിന്നെ ദൈവം എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. നിന്നെ മാത്രമാണോ? നിന്റെ തലമുടി പോലും എണ്ണി വെച്ചിരിക്കുക. തലമുടിയും നിന്നെ മാത്രമല്ല, സങ്കീർത്തനക്കാരൻ പാടുക, നിന്റെ ഉടൽച്ചകൾ എണ്ണി വെച്ചിരിക്കുക. ഇന്ന് രാത്രി നിന്നെ എണ്ണി തിട്ടമെടുത്തൊരു ദൈവമുണ്ട്. ആവർത്തന പുസ്തകത്തിന്റെ വിശേഷത പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യം ഓർപ്പിക്കുക. അതാണ് ആവർത്തനം എന്ന് പറഞ്ഞ പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. അതെന്തിനാ? മറന്നു പോകാതിരിക്കാൻ. അതിന് മറവിയുണ്ടോ? പിന്നെ മറന്നു. അതിലെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ അവർ വേഗത്തിൽ അവന്റെ പ്രവർത്തികളെ മറന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളും മറക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ ഓർപ്പിക്കാനാണ് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകത്തിലെ വാക്യങ്ങളും പദങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇസ്രായേലെ കേൾക്ക, ഇസ്രായേലെ മറക്കരുത്, ഇസ്രായേലെ ചെവി ചായ്ക്ക, ഇസ്രായേലെ ശ്രദ്ധ വെച്ച് കേൾക്ക, ഇസ്രായേലെ ഓർക്കുക, ഇസ്രായേലെ മറക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ നടത്തിയ വിധമൊന്നും മറക്കരുത്, ദൈവം നിന്നെ പുലർത്തിയ വിധമൊന്നും മറക്കരുത്, ദൈവം നിന്നെ സൂക്ഷിച്ചതൊന്നും മറക്കരുത്. നിന്റെ കാലിനെ വീക്ഷിക്കുന്ന പ്രാണനെ മരണത്തുനിന്നും കണ്ണിനെ കണ്ണുനീരിന്നും വിടിവിച്ച് ഇന്ന് രാത്രിയും ആയുസോടെ ആരോഗ്യത്തോടെ ഇവിടെ വന്ന് ദൈവവചനം കേൾക്കുവാനും കൈയടിക്കാനും പാടാനും ഒക്കെ ദൈവം തന്ന കൃപകളും നന്മകളോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രി നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവത്തെ അവൻ അതെ സമ്മർദ്ദം കൊണ്ടോ പരപ്രേരണ കൊണ്ടോ ഒന്നുമല്ല, നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ആവർത്തന പുസ്തകം. ഇവരെ ഓർപ്പിക്കുക. അതാ ഞാനിങ്ങനെ പറഞ്ഞാൽ ഇന്ന് അങ്ങനെ അങ്ങ് പോകും. നമ്മൾ ഇന്ന് രാത്രി വായിച്ച സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ്.
നമുക്കറിയാം 66 പുസ്തകത്തിലെ ഏതാണ്ട് നടുഭാഗത്തായിട്ട് വളരെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തലയുയർത്തി നിൽക്കുന്ന പുസ്തകമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. 150 സങ്കീർത്തനം 5 പുസ്തകങ്ങളായിട്ട് അത് തന്നെ തരംതിരിച്ചാ പഠിക്കുന്നത്. അതിലെ ഒരു ഭാഗത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് 78-ാം സങ്കീർത്തനം 9-ാം വാക്യം. ആ ദൈവദാസൻ ഒന്നുകൂടെ വായിച്ചാട്ടെ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ശ്രദ്ധിക്കുക, സങ്കീർത്തനം 78-9. ദൈവമക്കളും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് ഞാനിപ്പോ എല്ലായിടത്തും പറയുന്നുണ്ട്, ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. ഇപ്പോഴേ ഈ പുതിയ ഉപദേശക്കാർ പറയുന്ന സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന. സങ്കീർത്തനം വായിക്കരുത്, പഴയ നിയമം വായിക്കരുത്, ഇവനെല്ലാം വട്ട. സ്തോത്രം. അങ്ങനെ ആരേലും ഇതിനകത്തുണ്ടെങ്കിൽ നിനക്ക് കിറുക്ക. സങ്കീർത്തനം വായിക്കരുത്, സങ്കീർത്തന പുസ്തകം വേണ്ട. ഏതോ ഒരുത്തൻ ഒരു വിഡ്ഢി ചോദിച്ചു, ഇതൊന്നിച്ച് കുത്തിക്കെട്ടിയതാരാന്ന്. അവൻ അതാ അറിയേണ്ടത്. പഴയ നിയമവും പുതിയ നിയമവും കൂടെ എടാ പോട്ടാ. ആ സായിപ്പന്മാർ ഇവിടെ വന്ന് എന്ത് കഷ്ടപ്പെട്ട് അച്ചുകൂടെ ഉണ്ടാക്കി, യോ എന്ത് കഷ്ടപ്പെട്ടാ ഇത് ഒപ്പിച്ചു തന്നത്. എന്തിനാണെന്നറിയോ? നിനക്ക് നിന്റെ വല്യപ്പനും വിവരം ഉണ്ടാകാൻ. ഇത് കൂടുതൽ അങ്ങനെ എത്ര പറഞ്ഞാൽ പോരെ? മതി, വേണേ പറയാം. സ്തോത്രം. നിനക്ക് വിവരം ഉണ്ടാകാനാ ഇത് തന്നത്. മനസ്സിലായോ? ഇത് വന്നതുകൊണ്ടാ നിനക്ക് മാന്യമായിട്ട് ജീവിക്കാനിടയാകുന്നത്. ഈ വെള്ളത്തുണിയൊക്കെ എടുത്തുകൊണ്ട് പണ്ട് 100 കൊല്ലം മുമ്പ് എൻ്റെ വല്യപ്പൻ്റെ അപ്പനോ നിങ്ങൾ ചിലരുടെ വല്യപ്പൻ അപ്പനോ ഇതിലെ കൂടെ നടക്കാനൊക്കത്തില്ല. പട്ടിക്ക് നടക്കാം, പന്നിക്ക് പോകാം, മനുഷ്യന് നടക്കാനൊക്കുകയില്ല. അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. ഇതിന് മാറ്റം വരുത്തിയത് ഈ പുസ്തകം വന്നതുകൊണ്ടാണ്. മനസ്സിലായോ? മാടോട് ചേർത്താ മനുഷ്യനെ വെച്ച് കണ്ട ഉഴുതുകൊണ്ടിരുന്നത്. മാടോട് ഒരു വശത്ത് മാട്, പറയാം മനുഷ്യൻ കലപ്പ വെച്ച് ഉഴുക. മാട് കയറിപ്പോകുമ്പോൾ മനുഷ്യനും പോയില്ല പുറന്നിടുക, അടിക്കും. അതിന് മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. അയിത്തം, വേറുകൃത്യം, ഇതെല്ലാം മാറ്റം. അതിൻ്റെ എല്ലാം ഇതിൻ്റെ ചുവട് പിടിച്ച ബാക്കി മുഴുവൻ അങ്ങോട്ട് വന്നത്. മനസ്സിലായോ? സുവിശേഷം വന്നതുകൊണ്ടാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാർഗമാ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ലായിരുന്നു. വിദ്യ അഭ്യസിക്കുവാൻ ഇടവൊരുക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. 2 അക്ഷരം കൂട്ടി വായിക്കാൻ ഇടയായത് സുവിശേഷം വന്നുകൊണ്ടല്ലേ അമ്മേ? പിന്നെ പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത നമ്മുടെ അമ്മമാർ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടിട്ടില്ലേ? സുവിശേഷം വന്നതുകൊണ്ടാണ്. മുരിക്കാഴ്ചയിലോട്ട് പോയിട്ടേ ഇല്ല, മുരിക്കടിയിലോട്ട്. എന്നാലും തള്ളയിരുന്ന് പറയാം ഗ്ലോറി എന്നാൽ അത് എഴുതി തരാൻ പറഞ്ഞാൽ അതൊന്നും എഴുതുന്നില്ല. അമ്മ പിന്നെയും ഗ്ലോറി വെക്കുക. ആ ഗ്ലോറി എന്ന് പറഞ്ഞത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ചിന്നമ്മ ഇരുന്ന് ഗ്ലോറി എന്ന് പറയുമ്പോൾ അപ്പുറം ഇരുന്ന് തങ്ക ഇരുന്ന് പറയാം വിക്ടറി. ഉണ്ടോ? ഇതൊക്കെ ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. 2 ഇംഗ്ലീഷ് പറയാൻ ഒത്തില്ലേ? അന്നേരം അപ്പുറം ഇരുന്ന് ചിന്നമ്മ പറയാ ജീസസ്. അപ്പൊ പുറകെ ഇരുന്നത് അപ്പുറത്തെ തള്ള പറഞ്ഞു വിക്ടറി. അപ്പുറം പ്രൈസ് ദി ലോർഡ്. അപ്പൊ മുന്നിൽ ഇരുന്നൊരു സഹോദരൻ റൈറ്റ് നൗ ഏനാന്ന് പോലും അറിയാൻ മേലെ വെച്ചലക്കുക. ഇതൊക്കെ സുവിശേഷം വന്നത് കൊണ്ടാണ്. മനസ്സിലായോ? നിനക്ക് മാന്യത തന്നതും 2 അക്ഷരം കൂട്ടി വായിക്കാൻ ഇടവരുത്തിയതും അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിച്ചതും ജീവിക്കുന്നതും എല്ലാം ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ സുവിശേഷം വന്നതാ നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയത്. അപ്പൊ ചെല്ലു പറയാ ഇത് ഒന്നിച്ച് കുത്തിക്കെട്ടിയത് ആരാണ്? അവനാണ് അറിയേണ്ടത്. വേറൊരു പൊട്ടം പറഞ്ഞു ഇത് കീറിക്കളഞ്ഞേക്കാൻ. അതാ പഴയ നിയമം. ഞാൻ അവരെ കണ്ടില്ല, പക്ഷെ 2 പേരോടായിട്ട് ഞാൻ പറഞ്ഞു ദൈവം കുത്തിക്കെട്ടാതിരിക്കട്ടെ, ദൈവം നിന്നെ കീറാതെ ഇരിക്കട്ടെ. പറഞ്ഞത് പിൻവലിച്ച് ക്ഷമാപണത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ന്റെ ഒടുവിലത്തെ വാക്യം വരെ ദൈവശ്വാസികമാണ്. ഇത് ഭക്തിയോടും പ്രാർത്ഥനയോടും ധ്യാനിക്കുകയും പഠിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്താൽ നിനക്ക് നിന്റെ സന്തതിക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട്
പഴയ നിയമം പ്രസംഗിക്കരുത്, സങ്കീർത്തനം വായിക്കരുതെന്നും പറഞ്ഞ് ആരേലും നിങ്ങളുടെ സഭകളിൽ വേർപെട്ട ദൈവമക്കളുടെ സഭകളിൽ വന്നാൽ അവൻ അവസരം കൊടുക്കരുത്, അവനെ കേറ്റരുത്. അവൻ ദുരുപദേശം പഠിപ്പിക്കുന്നവന്, അവൻ വേറെ ഉപദേശക്കാരന്, അവൻ ആ വിഷയത്തിൽ ക്രമീകരണം വരുത്താല് അവൻ അവസരം കൊടുക്കരുത്. ഏത് പൊന്നുമോന്റെ മോനാന്നേലും. ചിലപ്പോൾ സഭയിലെ കാശുള്ള അച്ചായന്റെ മോനായിരിക്കും. കാശുണ്ടെങ്കിൽ വലിയ ചെമ്പ് മേടിച്ച് ചോറ് വെച്ച് അങ്ങ് തിന്നോണം. നീ ഉപദേശത്തിൽ കയറി കൈ കിടത്തരുത്. സ്തോത്രം. ചില അവരെ ആ ചർച്ചിലെ കൂടുതൽ ഫാമിലി ആണെങ്കിൽ പറഞ്ഞ കാര്യമാ, വലിയ ചെമ്പ് മേടിച്ച് അതിനടുത്ത് അരിയൊക്കെ എടുത്ത് എല്ലാവരും നിരന്നിരുന്ന് കഴിക്കണം. അത് കഴിഞ്ഞുള്ള കാര്യം അറിയാം, അതൊക്കെ അങ്ങനെ അതിന്റെ മുറ പോലെ പോട്ടെ. ഇത് പ്രമാണമാണ്. എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസികമാ, ദൈവത്തിന് മഹത്വം. ഇത് ദൈവത്തിന്റെ വചനമാ. ഇത് ഭക്തിയോടെ ധ്യാനിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാ. ഇത് ശുദ്ധ ചെയ്ത തിരുവചനമാ. ഇത് മാറയെ മധുരിപ്പിക്കുന്ന തിരുവചനമാ. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള തിരുവചനമാ. ഇത് നിന്റെ അണ്ണാക്കിന് മധുരമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് കാലിന് ദീപം പാലയ്ക്ക് പ്രകാശമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാ. ആമേൻ, സ്തോത്രം. യെരമ്യാവ് പറയുക, ഇത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ, യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എബ്രായർ 4:12 നമുക്കെല്ലാം മനപാഠമാ. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലകളുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രേരണയും സന്ധിമജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. ഈ വചനം നിന്നെ ശുദ്ധീകരിക്കുന്ന വചനമാ. അവൻ 107 സങ്കീർത്തനം 20 വായിക്കുന്നത്, അവൻ അവന്റെ വചനം അയച്ചവര് സൗഖ്യമാക്കി. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന വചനം, നിന്നെ ശുദ്ധീകരിക്കുന്ന വചനം, നിനക്ക് മാധുര്യം തരുന്ന വചനം, നിന്നെ വിടുവിക്കുന്ന വചനം, അതിവേഗത്തിൽ ഓടുന്ന വചനം, ഇല്ലാത്തതിനെ ഉളവാക്കുന്ന വചനം, നിനക്ക് രോഗശാന്തി തരുന്ന വചനം, നിന്നെ വിടുവിക്കുന്ന വചനം. അവനവന്റെ വചനം അയച്ചവരെ വിടുവിക്കും. അവൻ കുടികളിൽ നിന്ന് കയറ്റും. ഇന്ന് രാത്രി വിലാപത്തെ നൃത്തമാക്കി രട്ടടിച്ച് സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുക. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ എന്ന് പറഞ്ഞാൽ, നീ ഇവിടെ ഇരുന്ന് നിന്റെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്യുമെന്ന്. നീ ഇവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ അവൻ വിദേശത്തോ ദൂരെയോ ഒക്കെയുള്ള നിന്റെ തലമുറയുടെ അടുക്കൽ ഈ വചനം കടന്നു ചെല്ലും. അതിവേഗത്തിൽ ഓടുന്ന വചനം. നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ വചനം ചൊല്ലും. നീ ശുശ്രൂഷിക്കുന്ന സഭയിൽ ചെന്ന് ഈ വചനം ക്രിയ ചെയ്യും. ഈ ദേശത്ത് കടന്ന് ക്രിയ ചെയ്യും. നാം ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഈ കുമളിയുടെ പ്രാന്തപ്രദേശത്തും എന്ന് വേണ്ട ഹൈറേഞ്ച് മുഴുവനല്ല, ലോകം മുഴുവൻ അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി അവൻ നിന്നെ വിടുവിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, ഉദ്ധരിക്കുന്ന വചനം, ആദരിക്കുന്ന വചനം ഏറ്റെടുത്ത് ദൈവിക വിടുതൽ പ്രാപിക്കുക. വിടുതൽ, വിടുതൽ, വചനത്തിന്റെ വിടുതൽ, വചനത്തിന്റെ ശക്തി, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതിവേഗത്തിലോടുന്ന വചനം. അതുകൊണ്ട് സങ്കീർത്തനം വായിക്കരുത്, പ്രസംഗിക്കരുതെന്ന് പറയുന്ന ദുരുപദേശമാണ്. സങ്കീർത്തനം വായിക്കാം, സൗരവാക്യവും വായിക്കാം, ഏത് ഭാഗവും വായിക്കാം. എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസികമാണ്. തന്നെയല്ല, ഞാൻ പറയും, വേർപെട്ട സഭകളുടെ ഒട്ടുമിക്ക ശുശ്രൂഷയ്ക്കും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്, ഇല്ലേ? ഒരു കല്യാണം നടക്കുമ്പോൾ സാധാരണ 45 സങ്കീർത്തനമാണ്. അതിന് പകരം വേറെ ഏതാ വായിക്കുന്നത്? അതത് വായിച്ചെങ്കിലും ഒക്കുമുണ്ട്. അലിയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും മിക്കവാറും മറക്കും. കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് 25 കൊല്ലം ഇപ്പോഴും എൻ്റെ മൂത്ത ആങ്ങളെയും നടുവത്ത ആങ്ങളെയും കൊച്ചാങ്ങളും അയ്യോ അവൻ്റെ കൂടെ നിൽക്കുക. ഇപ്പോഴും മത്തം പോലെ ചുവട് ഇവിടെ കാ കൊണ്ട് അവനാ വെള്ളം കോരി ഒഴിക്കുന്നത്. മത്തങ്ങ എവിടെ കിടക്കുന്നേ? വന്നു കയറുന്ന വീടാണ് നിന്റെ വീട്. മൂത്താങ്ങളുടെയും നടുവത്താങ്ങളുടെയും കൊച്ചാങ്ങളുടെയും കനവൊക്കെ പറന്ന് കൊള്ളാം. അവിടെ ജഗജില്ലി ഒരു നാത്തൂനുണ്ട്. നീ കൂടിൻ്റെ കുടുംബിയായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നാത്തൂൻ ചോദിക്കും, കൊച്ചമ്മ 2ന്റെ വണ്ടിക്കാന്നോ 12ന്റെ വണ്ടിക്കാന്നോ തിരിച്ചു പോകുന്നത്? 2ന്റെ ആണെങ്കിൽ അങ്ങ് ചെല്ലണം, 12 വാതിക്കെന്ന് കിട്ടും. മനസ്സിലായി കാണും. എന്നാൽ ഞാൻ 12ന് പൊക്കോളാന്ന് മനസ്സിലായ ഉണ്ടല്ലോ. അതൊക്കെ മറക്കേണ്ടതൊക്കെ മറക്കണം. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പൊ രാജാവ് നിന്റെ
സൗന്ദര്യത്തെ അവൻ നിന്റെ അന്തപുരത്തിലെ രാജകുമാരി. പിന്നെ അവള് മാറി നിൽക്കാനോ? അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭാമൂലം. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭാമൂലം. എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. അപ്പോൾ പാടാൻ നേരമില്ല. ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ഒരു ദുഃഖഭവനത്തിൽ ശവസംസ്കാരം നടക്കുന്ന ഭവനത്തിൽ ചെല്ലുമ്പോൾ 90-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് സമയമുണ്ടെങ്കിൽ 2 കാര്യം പറയണം. അത് ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയാണ്. ഒരു കുഞ്ഞിനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിക്കും. ഒരു പുതിയ ഭവനം പ്രതിഷ്ഠിച്ച് അതിനകത്ത് പാർക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിക്കും. ദൂരയാത്രയോ വിദൂരയാത്രയോ പോകുമ്പോൾ ഒരു സങ്കീർത്തനം വായിക്കും. അതെല്ലാം സന്ദർഭോചിതമായിട്ട് വായിച്ചാൽ വായിക്കുന്നവർക്ക് അനുഗ്രഹമാണ്. വിസ്തരിക്കുന്നില്ല. ഇന്ന് രാത്രി വായിച്ചത് 78-ാം സങ്കീർത്തനം 9-ാം വാക്യം. ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ശ്രദ്ധിക്കുക, എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞെന്ന. എന്തുകൊണ്ടാണ് ഇവര് പിന്തിരിയാൻ കാരണം? ചില കാര്യം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ഈ കുമളിയിലും പ്രാന്തപ്രദേശമുള്ളവർക്ക് വചനത്തിൽ നല്ല തിട്ടമുണ്ട്. നിങ്ങൾക്കൊക്കെ നല്ല പരിജ്ഞാനമുള്ളവരാ. അതുകൊണ്ട് ആ നിലയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില കാര്യം ചിന്തിക്കുക. അവൻ എഫ്രയീം ഗോത്രം യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. എന്താ പിന്തിരിയാൻ കാരണം? എന്താ ഇതിന്റെ സംഭവം? നിങ്ങൾക്കറിയാം, എഫ്രയീം ഈ ഗോത്രങ്ങൾ 12 ഉണ്ട്. രൂബേൻ മുതൽ ബെന്യാമീൻ വരെ 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങളിലുള്ളതിൽ ഏറ്റവും തലയെടുപ്പുള്ള ഗോത്രമാണ് എഫ്രയീം ഗോത്രം. എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഗോത്രമായിരുന്നു എഫ്രയീം ഗോത്രം. ഒരു വാക്യം വായിച്ച് എഫ്രയീമായിരുന്നു മികച്ചവനെന്നാണ് എഴുതിയേക്കുന്നത്. ഹോശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിക്കാം. ഹോശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. മൈക്ക് കൂടെ ദൈവദാസം വായിച്ചെന്ന് വായിച്ചു. ഓക്കെ, വളരെ നന്ദി. ഇനി മൈക്ക് കൂടെ ഒന്ന് വായിക്കാമോ? എഫ്രയീം 13:1 എഫ്രയീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി, അവൻ ഇസ്രായേൽ മികച്ചവനായിരുന്നു. എഫ്രയീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി, അവൻ ഇസ്രായേലിൽ മികച്ചവനാ. അവൻ നമ്പർ 1 ഗോത്രമായിരുന്നു എഫ്രയീം. 12 ഗോത്രങ്ങളിൽ മികച്ച ഗോത്രം നമ്പർ 1 എഫ്രയീമാണ്. ഈ ഗോത്രങ്ങളിൽ നമ്പർ 1 എഫ്രയീം. ഇനി ജാതികളുണ്ട്. ജാതികള് കനാനിൽ തന്നെ പ്രബല ജാതി 7, വേറെ കുടിയിരിപ്പ് ജാതി 42. അങ്ങനെ ഇഷ്ടം പോലെ ജാതികൾ. അഗീർ, പെരുവാർഗരും, പെരിസര്, പൂസര, മോരിര്, കമോരിര്, കിത്യര്, അർവശി, കിർഗാനി, അർവാദി, സമാധി, അർഗ്യൻ, അങ്ങനെയൊക്കെ ധാരാളം ജാതികളാണ്. ഈ ജാതികളുള്ളതിൽ ജാതികളിൽ നമ്പർ 1 ഉണ്ട്. ഒരു വാക്യം വായിച്ചോ. ജാതികളിൽ ആരാ നമ്പർ 1? ന്യായാധിപന്മാരുടെ പുസ്തകം, സംഖ്യാപുസ്തകം ജാതികളിൽ നമ്പർ 1. സംഖ്യാപുസ്തകം അതിന്റെ 24-ാം അധ്യായത്തിന്റെ 21 വായിച്ച്. സംഖ്യ 24:20. അവൻ അമാലേക്കിനെ നോക്കി സുഭാഷിതം ചൊല്ലിയത്. അമാലേക്ക് ജാതികളിൽ മുമ്പൻ. അപ്പോൾ ഗോത്രങ്ങളിൽ നമ്പർ 1 എഫ്രയീമും ജാതികളിൽ മുമ്പൻ അമാലേക്കും. നമ്മൾ അടുക്കിടക്കായിട്ട് ആ വചനം ചിന്തിക്കുന്നത്. ഇന്ന് അല്പസമയം കൊണ്ട് പറഞ്ഞ് നിർത്തും. ശേഷമുള്ളത് നാളെ പകലും ഒക്കുന്നെങ്കിൽ നാളെ വൈകിട്ടും കൂടെ ആയിട്ട് ദൈവം അനുവദിച്ചാൽ പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാലും ഞാൻ പറയുന്നത് കേൾക്കാനും കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഒന്നുകൂടെ കൂടാം. ദൈവത്തിന് മഹത്വം. ഇന്ന് സമയം പറഞ്ഞിട്ടുണ്ട്, സമയത്ത് നിർത്തും. അപ്പൊ ശ്രദ്ധിക്കുക, ജാതികളിൽ മുമ്പനായിരുന്നു അമാലേക്ക്. ഇതുങ്ങൾ രണ്ടും ആ ഉടക്കുണ്ടാക്കിയത്. ഇനി ശ്രദ്ധിക്കുക, എഫ്രയീം എന്ന ഗോത്രം. ഈ എഫ്രയീമിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം, യാക്കോബിന്റെ പുത്രനല്ല എഫ്രയീം, മറിച്ച് യോസഫിന്റെ പുത്രനാണ്. എഫ്രയീം യോസഫിന്റെ പുത്രൻ. യോസഫിന് എവിടെ വെച്ച് ജനിച്ചതാ? മിസ്രയീമിൽ വെച്ച്. എപ്പോൾ ജനിച്ചു? ഇങ്ങനെ പുസ്തകത്തിൽ വാക്യം, ക്ഷാമകാലം വരുന്നതിന് മുൻപ്.
വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 41:50-51 തിരുവെടുത്ത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 50-51 തിരുവെടുത്ത്. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫേറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസേപ്പ് തന്റെ ആദ്യജാതന് മനേഷ്യ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, യോസേപ്പിന് ക്ഷാമകാലം വരുന്നതിന് മുമ്പ് ജനിച്ച രണ്ടാമത്തെ കുട്ടിയാണ് എബ്രഹിം. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ക്ഷാമകാലം വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ ഏത് കാലവാ? എൻ്റെ ഭാഷ കലികാലവാ ഞങ്ങൾക്ക്, അതാണോ? പിന്നെ പിന്നെ നല്ല കാലം എന്തോ കാലമാന്ന് ഉറക്കെ പറ. നല്ല കാലം, സമൃദ്ധിയുടെ കാലമാണ്. പണ്ട് കേശവശാസ്ത്രി എഴുതിയായിരുന്നു, കാലം കലികാലമായി കഴിഞ്ഞതാണെങ്കിലുമായതിൻ്റെ കാലാനുകൂലമായ പ്രവർത്തികൾ നിഷ്ഠയായി ചെയ്തിടുന്നു. കലികാലം എന്നാ പുള്ളി പറഞ്ഞേ. കാലം കലികാലമായി കഴിഞ്ഞതാണെങ്കിലുമായതിൻ്റെ കാലാനുകൂലമായ പ്രവർത്തികൾ നിഷ്ഠയായി ചെയ്തിടുന്നു. നെല്ലു വിളഞ്ഞിടുന്നു, കൃഷി വളർ സന്തോഷമാർന്നിടുന്നു, പുല്ലു കരിഞ്ഞിടുന്നു, പ്രകൃതി തൻ പ്രാകൃതമെന്ന പോലെ. അത് വല്ലാത്ത കാലമാണ് ഇത്. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ സുഭിക്ഷതയുടെ കാലം. അധികം വിസ്തരിക്കുന്നില്ല. സുഭിക്ഷതയുടെ കാലത്ത് യോസേപ്പിന് 2 പിള്ളേര് ജനിച്ചു. മൂത്തവന്റെ പേര് മനേഷെ, രണ്ടാമത്തവന്റെ പേര് എഫ്രൈം. മനേഷ എന്ന വാക്കിന്റെ അർത്ഥം മറക്കുക. അർത്ഥം ഇത്രയേ ഉള്ളൂ, മനേഷ ജനിച്ചപ്പോൾ യോസേപ്പ് പലതും അങ്ങ് മറന്നു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാര് ജനിച്ചു. അവരെ ഓലര പുരോഹിതനാകുന്ന പോത്തിഫേറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞാൽ യോസേപ്പ് പിന്നിട്ട മേഖലകൾ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാ വന്നത്. സഹോദരന്മാർ ഒറ്റിക്കൊടുത്തത്, ആമെ പിടിച്ചു നിർത്തിയത്, ഉടുവസ്ത്രം ഊരിയെടുത്തത്, വെള്ളമില്ലാത്ത പൊട്ടക്കണലിൽ തട്ടിയത്, അവിടുന്ന് പിന്നെ വലിച്ച് കരക്കി കയറ്റിയത്, പിന്നെ ഇവന്മാരെല്ലാം കൂടെ ഒത്തോണ്ട് 20 വെള്ളിക്കാശിന് വിറ്റത്, യവൻ കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം കൂടി ഇവന്മാർ കരക്കിരുന്ന് കഴിച്ച് യവനെ പിടിച്ച് കിണറ്റിലും തള്ളിയിട്ട്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. ആത്മാർത്ഥതയോടെ വന്ന യോസേപ്പിനെ പിടിച്ച് അവന്റെ കിട്ടിയപ്പോഴേ ഉടുതുണി പറിച്ച് ഇങ്ങെടുത്ത്. ഈ യോസേപ്പിന്റെ തുണിയോടാ എല്ലാവർക്കും. തള്ളയുടെ കയ്യിൽ ഒരു തുണി ഇരിപ്പുണ്ട്. ഏതാ? ഒന്നും അറിയാൻ മേല. ഉറക്കെ പറയാമേ. ഇങ്ങോട്ടൊരു പെണ്ണിട്ട തള്ളയുടെ അനിയത്തിയാന്ന് തോന്നുന്നു. പൊത്തിഫേറിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവിടെ കയ്യിൽ ഒരു തുണിയുണ്ട്. ചേട്ടന്മാരെല്ലാം കൂടെ ഒരു തുണി. പുള്ളിയുടെ തുണിയോടാ എല്ലാവർക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉടുതുണി പിടിച്ചെടുത്തിട്ട് യോസേപ്പിന് വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ തട്ടി. എന്നിട്ട് ഇവൻ കൊണ്ടുവന്ന ഭക്ഷണം ഇവർ കരക്കിരുന്ന് കഴിക്കുക. ഒരു സഹോദരനോട് ചെയ്യുന്ന ശോഭകേട്. ഒടുവിൽ വിറ്റു. ഇവനെ ഇഷ്മയേലിലെ കച്ചവടക്കാർക്കാ വിറ്റത്. സന്നിനായകം, ബോഡനണ്ടി, ബദാംപരിപ്പ്, സാമ്പ്രാണി, നറമ്പശ, ഹൽവാനപ്പശ, ഗുൽഗുലു ഇതൊക്കെ വിൽക്കുന്ന വ്യാപാരം ചെയ്യുന്ന ഇഷ്മയേലിലെ കച്ചവടക്കാർക്ക് രൂപൻ പറഞ്ഞ് കൊല്ലണ്ട. അങ്ങനെ ഇവനെ പിടിച്ച് കരക്ക് കയറ്റി യോസേപ്പിനെ വിറ്റു. വിൽക്കുമ്പോഴും ഈ ചെറിയ ബാലൻ ചേട്ടന്മാരോട് പറഞ്ഞു, ചേട്ടാ ഇനി വിൽക്കരുത്, എന്നെ ഇടരുത്, ഞാൻ ഇനി സ്വപ്നവും പറയത്തില്ല, അർത്ഥവും പറയത്തില്ല, മിണ്ടാതിരുന്നോളൂ, ഒരു ശുശ്രൂഷയും ഞാൻ ചെയ്യത്തില്ല, നിങ്ങൾ തന്നെ ശുശ്രൂഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടും ഈ കടോര ഹൃദയന്മാർക്ക് യാതൊരു മനസ്സിലുമില്ല. 20 വെള്ളിക്കാശിന് വിറ്റു. അവന്മാരെ പറഞ്ഞ് ഉള്ള നാട്ടിടാൻ നമുക്ക് മുടക്കൊന്നുമില്ല, കിട്ടുന്ന നാട്ട് നമുക്ക് കപ്പലണ്ടി കുറിക്കാം കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ വിറ്റതാ. ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, എന്തെല്ലാം ദോഷം ചെയ്തു. പക്ഷേ അതെല്ലാം യോസേപ്പ് അങ്ങ് മറന്നു.
ഇതിനകത്തെ ആത്മീക പാഠം ദൈവമക്കളോട് പറയാം. നിന്നെ ഉപദ്രവിച്ചവർ കാണും, നിന്നെ ആക്ഷേപിച്ചവർ കാണും, നിന്നെ പരിഹസിച്ചവർ കാണും, നിന്നെ നിന്ദിച്ചവർ കാണും, നിന്നെ വിടക്കം നെണ്ണിയവർ കാണും, നിന്നെ ത്യജിച്ചവർ കാണും. നീ മറുപടി ഒന്നും പറയരുത്, എതിർക്കരുത്, ഉടക്കാൻ പോകരുത്, കേസ് കൊടുക്കാൻ പോകരുത്, കോടതി പോകരുത്, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങരുത്. നിന്റെ വ്യവഹാരം നടത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപമാന കുറ്റമൊക്കെ അടിച്ചേൽപ്പിച്ച് യോസേപ്പിനെ കാരാഗൃഹത്തിൽ കൽത്തുറുങ്കിൽ അടയ്ക്കുമ്പോഴും യോസേപ്പിനറിയാം ദൈവം അത് തിരുത്തി കൊണ്ടുവരും, ദൈവം അത് തിരിച്ചു മറിച്ചു കൊണ്ടുവരും. ആമേൻ, സ്തോത്രം. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരന്മാരെ തന്നെ കണ്ടമാനം ഉപദ്രവിച്ച് വേദനിപ്പിച്ച്, പക്ഷേ യോസേപ്പ് ഇത് മുഴുവൻ അങ്ങ് മറന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ചിലതൊക്കെ നീ മറക്കണം. നീ അത് മറന്നാൽ ദൈവം നിന്നെ ഓർക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചിലതൊക്കെ അങ്ങ് വിട്ടുകളാ, അങ്ങ് ക്ഷമിക്കേ. അതല്ലേ യേശു പഠിപ്പിച്ചേ? യേശു പഠിപ്പിച്ച് ക്ഷമിക്കാനാ ഇല്ലേ? ചില പറയുന്നുണ്ട്, പക്ഷേ ഞാൻ എല്ലാം ക്ഷമിക്കാം, പിന്നെ ആ കാര്യം മാത്രം മുഴുവൻ ക്ഷമിക്കണം. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, അതാ യേശു പഠിപ്പിച്ചത്. 70 വട്ടം. യേശുവിന്റെ സ്വഭാവമാണ്. തന്നെ ഉപദ്രവിക്കാൻ വന്ന് രാത്രിയിൽ വാളും മടിയും തീവട്ടിയും ബന്ധങ്ങളുമായിട്ട് പിടിക്കാൻ വന്നപ്പോ പത്രോസ് വെട്ടി. ആ മഹാപുരോഹിതന്റെ ദാസനിട്ട് മൽക്കോസ് അവന് പെടലിക്കെങ്ങാണ്ട് വെട്ടിയതാ ചെവിക്കാ. എനിക്ക് വന്ന പുള്ളി ഉറക്കപ്പിച്ചായിരുന്നെന്നാ തോന്നുന്നു. അതാകാനാ സാധ്യത. ഈ ഉറക്കപ്പിച്ചിന് വെട്ടിയ ഏക്കുകയല്ല, ഉന്നം തെറ്റും. അതായിരിക്കാം പാസ്റ്റർമാർ പലരും വെട്ടിയിട്ട് ഉന്നം തെറ്റുന്നത്. പുള്ളി അതാ ഉറക്കപ്പിച്ചിനെങ്ങാണ്ട് പെടലിക്ക് വെട്ടിയതാ ചെവിയാ. പണ്ടൊരാളെ വെട്ടിയായിരുന്നല്ലോ സാർ, CP-ക്കിട്ട് നമ്മൾ പിന്നെ പുരാണ കഥയിൽ ഒരു വെട്ട് നടത്തിയായിരുന്നു. അത് ഞാനിപ്പോൾ പറയുന്നില്ല. തള്ളയാകെ പരുവക്കേടായി. പണ്ട് നാമം ജപിക്കുമ്പം ചൊല്ലുമായിരുന്നു, ശൂർപ്പണാക തന്നുടേയ കർണനാദികുജം. അത് വെട്ടിയതാ. അപ്പൊ ഇവിടെ പത്രോസ് ഒരു വെട്ടി, ചെവി താഴെ പോയി. അന്ന് യേശുവിന്റെ ദിവ്യ സ്വഭാവം, ഈ വെട്ടുകൊണ്ട് ചെവി പോയവൻ ശത്രുവാ, പിടിക്കാൻ വന്നവനാ. യേശു അങ്ങനാ, മരണവേദനയിൽ നിൽക്കുക. കാരണം ആ ഗദസമനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ദൈവദാസന്മാരെല്ലാം പഠിപ്പിക്കുന്നു, വചനത്തിലുണ്ട്. അവിടുന്ന് ഗദസമനെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീഴുക. മനുകുലത്തിന്റെ മുഴുവൻ പാപം വഹിച്ച അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്, എന്റെയും നിന്റെയും ശാപം മാറുവാൻ, പാപം മാറുവാൻ, സകല അക്രമങ്ങളും അനീതികളും പരിഹരിക്കപ്പെടുവാൻ എനിക്കും നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഗദസമനയിൽ സകലതും വഹിച്ചോണ്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീഴുക. ഇങ്ങനെ വാക്യമുണ്ട്, പ്രാണവേദനയിലായി. അതാ കേൾക്കുന്നു ഞാൻ ഗദസമന തോട്ടത്തിലെ പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദം. അതേ അതാ കേൾക്കുന്നു ഞാൻ ഗദസമന തോട്ടത്തിലെ പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമതേ. അപ്പോൾ ഗദസമനെ വെച്ച് അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് രക്തത്തുള്ളിയായി വീണു. ഇങ്ങനെ വായിക്കുന്നു, അവിടുന്ന് പ്രാണവേദനയിലാണ്. അപ്പൊ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്തം പൊടിയുക, പ്രാണവേദന എടുത്താ യേശു നിൽക്കുന്നത്. ആ സന്ദർഭത്തിലും തന്നെ ഉപദ്രവിക്കുവാൻ, പീഡിപ്പിക്കുവാൻ, തകർത്ത് കളയുവാൻ വന്ന ശത്രുവിന്റെ ആ ചെവി പത്രോസ് അറുത്തപ്പോൾ യേശു പത്രോസിനെ ശാസിച്ചു, വാളുറയിലിടാൻ പറഞ്ഞു. ഇത് നമ്മുടെ മാർഗമല്ല. വാളെടുക്കുന്നവൻ വാളാലേ, വാളുറയിലിട്. എന്നിട്ട് ശത്രുവാകുന്നവൻ അവൻ വേദനിച്ചപ്പോൾ യേശു പെട്ടെന്ന് ആ ചെവിയെടുത്ത് അവന്റെ ആ മുറിഞ്ഞ ഭാഗത്തോട്ട് വെച്ച് ഫിറ്റ് ചെയ്ത് അവന്റെ വേദന ശമിപ്പിച്ചു. അതാ യേശു. ഞാൻ എൻ്റെ വാക്ക് ഇപ്പൊ ഇവിടെ അങ്ങ് നിർത്തുക, ബാക്കി നാളെ പകലും വൈകിട്ടുമായിട്ട്. ഇന്ന് രാത്രി ഈ ഒരു സ്വഭാവം
എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ വിജയിച്ചു. നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരും പീഡിപ്പിക്കാൻ വരുന്നവരും നിന്നെ തകർക്കാനും നശിപ്പിക്കാനും വരുന്ന പലരും കാണും. കുടുംബത്തിൽ നിന്നോ സഹോദരവർഗത്തിൽ നിന്നോ ചാർച്ചയിൽ നിന്നോ ദേശത്തു നിന്നൊക്കെ വരാം. മനുഷ്യനല്ലേ? പക്ഷേ നമ്മുടെ മാർഗം തിരിച്ചടിക്കുന്നതല്ല, തിരിച്ചു പ്രതികരിക്കുന്നതല്ല. ശത്രുവിന്റെ വേദനയ്ക്കൂടെ പരിഹാരം വരുത്തുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം. ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാഴിക നടക്കണം. ഉടുപ്പ് ചോദിക്കുന്നവന് പുതപ്പും കൊടുക്കണം. സ്തോത്രം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നശിക്കാനല്ല, അവർ രക്ഷപ്പെടാൻ. ഇതാ യേശുവിൻ്റെ മനസ്സ്. തന്നെ ശകാരിച്ചിട്ട് അവിടുന്ന് തിരിച്ച് ശകാരിച്ചില്ല. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തി ആരെ യേശു ഭീഷണിപ്പെടുത്തിയില്ല. ഇതാ നമ്മുടെ മാർഗം. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, കരുതുവാൻ, ആദരിക്കുവാൻ, ശുശ്രൂഷിപ്പാൻ, ബഹുമാനിപ്പാൻ നമുക്ക് നല്ലൊരു മനസ്സുണ്ടാകണം. ഈ കൺവെൻഷനെ സംബന്ധിക്കുന്ന എല്ലാവരും മറ്റു ഉണർവും ബഹളവും ഒന്നും ഉണ്ടായില്ലെങ്കിലും ഈ ഒരു മനസ്സുണ്ടായി വേണം ഇന്ന് രാത്രി പോകാൻ. മനഃപൂർവ്വമായി ക്ഷമിക്കണം. സ്തോത്രം. അങ്ങനെ ക്ഷമിച്ചാൽ നമുക്ക് ദോഷമൊന്നും വരികയല്ല. യേശു തോറ്റുവെന്നെല്ലാവരും പറഞ്ഞു, പക്ഷെ തോക്കുകയല്ല, ജയിക്കുകയായിരുന്നു. 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ യേശുവിന്റെ ദിവ്യ സ്വഭാവം ഉപദ്രവിക്കുന്നവർക്കും പീഡിപ്പിക്കുന്നവർക്കും അവരുടെ വേദന ശമിപ്പിക്കുന്ന നല്ലവനായ യേശു ഇന്ന് രാത്രി ചിലതൊക്കെ മറക്ക്, ചിലതൊക്കെ വിട്ടുകള, ചിലത് ഉപേക്ഷിക്ക്, വേണ്ടാന്ന് വെക്ക്. നിനക്കൊരു ദോഷവും വരികയില്ല, ഒരു കുഴപ്പവും നിനക്ക് വരികയില്ല. യേശു നിന്നെ രക്ഷിക്കും.